ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോൾ സമയം രാവിലെ 6:45. നല്ല ഫ്രഷായിട്ട് ഇറങ്ങി വന്നിരിക്കുവാണ്. പുളിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമുക്ക്, അതായത് ദിണ്ടിഗലിൽ വന്നാൽ ഒരുപാട് സൈറ്റ് സീയിങ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. അതായത് ഒരു ഗേറ്റ് വേ പോലെയാണ്. ദാറ്റ് ഈസ് കൊടൈക്കനാലിലേക്കും അല്ലെങ്കിൽ പളനിയിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് ഓൺവേർഡ് റൂട്ട്. പക്ഷേ ഇതിൻ്റേതായ ഒരു പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദ ബിരിയാണി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഭക്ഷണ പെരുമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിലേറ്റവും സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ദിണ്ടിഗലിലെ റോക്ക് ഫോർട്ടാണ്. വലിയൊരു പാറയും അതിൻ്റെ മുകളിലും ഒക്കെ ഉള്ളൊരു ഫോർട്ട്. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കി, ഇന്നലെ നടന്നില്ല, വൈകുന്നേരം ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ അതൊരു പ്രധാന ഡെസ്റ്റിനേഷനാണ്. പക്ഷേ അത് 9 മണിയാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ, ആഫ്റ്റർ 9. അപ്പോൾ ആ സമയത്ത് പോയാൽ മതി. അപ്പോൾ ഇപ്പോൾ രാവിലെ എന്തിനാണെന്ന് വെച്ചാൽ ഇറങ്ങിയിരിക്കുന്നത്, രാവിലെ ഓപ്പൺ ആകുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകളുണ്ട്. അതിലെ ഒരു പ്രധാന സ്ഥലമാണ് കാമാച്ചി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, രാവിലെ തന്നെ തുറക്കുന്നത്. അപ്പോൾ അവിടെ 7 മണിക്ക് ചെന്നാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. വെജും കിട്ടും, നോൺ വെജും കിട്ടും. ഇവിടെ എല്ലാം നോൺ വെജിനാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ മട്ടൺ, വൈറ്റ് സ്റ്റ്യൂ, ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്ന കടയാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ഇതുണ്ട്, ചമ്മന്തി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ദോശാസ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ കാമാച്ചിയിലേക്കാണ് ഇറങ്ങുന്നത്. നോക്കൂ, റോഡൊക്കെ വളരെ വിജനമായി കിടക്കുന്നു. എല്ലാവരും ഒരു ഉറക്കമട്ടിലാണ്. രാവിലത്തെ സമയമല്ലേ, 6:45. നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ കോഫി ഷോപ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അവിടെ ഒരു 5 മണിയാകുമ്പോഴേ കോഫിയും പിന്നെ എന്താ പറയുക സ്നാക്സൊക്കെ കിട്ടും. അപ്പോൾ കാമാച്ചി ടിഫിൻ സെൻറ്ററിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കാണാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക്, ദാറ്റ് ഈസ് റോക്ക് ഫോർട്ട്. ട്രിച്ചിയിൽ സഞ്ചരിക്കുമ്പോഴും ഇതുപോലെയാണ്. നമുക്ക് എവിടെ പോയാലും നടുക്ക് ഭാഗത്തായിട്ടൊരു റോക്ക് ഫോർട്ട് കാണാം. ഇതും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം. റോഡൊക്കെ കുറച്ച് സജീവമായി തുടങ്ങി. പല കടകളും തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചായ, സ്നാക്സ്, പിന്നെ പൂക്കടകൾ. അത് കണ്ടില്ലേ, ചെറിയ വെൻറ്റേഴ്സ് എല്ലാം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഒരു വീട് പോലെയുള്ളൊരു സെറ്റപ്പാണ്. ദാറ്റ് ഈസ് ശ്രീ കാമാച്ചി ടിഫിൻ സെൻറ്റർ. ഈ മുടുക്കിനകത്താണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനിരുന്ന് പറയുന്നത്, ഇന്ന് സൺഡേ ആണ്, അവധിയാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊരു അഗ്രഹാര തെരുവിലൂടെ നടക്കുന്ന പോലെയാണ്. ഒരു അഗ്രഹാര വീട് പോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിനകത്താണ് ഈ ടിഫിൻ സെൻറ്റർ, ശ്രീ കാമാച്ചി ടിഫിൻ സെൻറ്റർ. ഇതാണ് ഹോട്ടൽ. പക്ഷേ ക്ലോസ്ഡ് ആണ് ഇന്ന് ഞായറാഴ്ച. ഓ, പണി കിട്ടി. ഞാൻ വലിയ ആഗ്രഹിച്ച് വന്നതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ വരണമെന്ന്. ഒരു അഗ്രഹാര വീടാണ്, അതിനകത്തേക്കാണ് ടിഫിൻ സെൻറ്റർ. ഇനി എപ്പോഴേലും നമ്മൾ ദിണ്ടിഗലിൽ വരുമ്പോൾ അന്നേരം വരാം, ഞായറാഴ്ച അല്ലാത്തൊരു ദിവസം. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഓക്കെ, എന്തായാലും 9 മണിക്ക് നമ്മുടെ റോക്ക് ഫോർട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അവിടുത്തെ ഓപ്പൺ ആവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്ര രാവിലെയൊക്കെ റോക്ക് ഫോർട്ട് തുറന്നിരുന്നെങ്കിൽ ഇത്ര കംഫർട്ടബിളായിരുന്നു. കാര്യം ഇപ്പോൾ വെയിലില്ല. പക്ഷേ 9 മണിയെല്ലാം കഴിയുമ്പോൾ വെയിലാകും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലേ പറ്റുള്ളൂ. പക്ഷേ കാര്യം വൈകുന്നേരം 3:30 ശേഷം അവിടെ കയറ്റുന്നുമില്ല. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. പേരെന്നാ? രാജൻ. ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞു പാലക്കാട് അവധിയാണെന്ന്. എനിക്ക് അത്ര ക്ലിയർ ആയില്ല. എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നാളെ ആണെങ്കിൽ ഓക്കെ എന്ന്, കഷ്ടമായി പോയി. ഓക്കെ എന്നാൽ പോയിട്ട്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ തൊട്ടപ്പുറത്തൊരു ബിരിയാണി കടയുണ്ട്, അത് ഭയങ്കര ഫേമസ് ആണ്. രാവിലെ തന്നെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് ബിരിയാണി തുറക്കുന്ന പറയുന്നത്, തുറന്നിട്ടുണ്ടാവുന്നു. ഓ മൈ ഗാഡ്. ശരി എന്നാൽ, താങ്ക്സ്. ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ രാവിലത്തെ ഒരു വൈബ് പിടിച്ചിങ്ങനെ ഈ ഒരു ഗ്രാമം പോലെ തോന്നിക്കുന്ന ഒരു അഗ്രഹാരവും സൈഡ് റോഡും പിന്നെ കാഴ്ചകൾ. ഇതേ നോക്കി, ഇവിടെ ഒരു ടെമ്പിളുണ്ട്. എല്ലായിടത്തും കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഓരോ റോഡിലൂടെയും സഞ്ചരിക്കുമ്പോൾ അത് കാണാൻ പറ്റും. പക്ഷെ നട അടച്ചിരിക്കുകയാണ് ഈ സമയത്ത്. ഇറ്റ്സ് എ മട്ടൺ ഷോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ ഈ സമയം 7 മണി ആകുന്നേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ മട്ടണാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം. ഇറച്ചിക്കടയിലെ തിരക്ക് കണ്ടോ? ഞാൻ വിചാരിച്ചു കോഫി ഷോപ്പ് വല്ലതായിരിക്കും ഈ രാവിലെ ഇത്രയും. ഞാനാണ് രാവിലത്തെ പഞ്ചായത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് തിരക്ക്? അയ്യോ, ഫിഷ്, മീൻ വാങ്ങിക്കാനുള്ള തിരക്ക്. കടൽ മത്സ്യമല്ല, ഇത് വളർത്തുന്ന മത്സ്യമാണ്. കട്ട്ല ഫിഷാണ് കേട്ടോ, കട്ട്ല. നോക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കുറേ വെള്ളത്തിലും കിടക്കുന്നുണ്ട് ലൈവായിട്ട്. പിന്നെ ഇതെല്ലാം വളർത്തുന്ന മത്സ്യങ്ങൾ തന്നെ കേട്ടോ. ഇവരെല്ലാം സജീവമാണ്. നമുക്ക് ജീവനുള്ളത് കിടക്കുന്നത്. അയ്യോ പാവം. അത് കറി പീസ്, ഫ്രൈ പീസ് എല്ലാം കട്ട് ചെയ്ത്
അങ്ങനെ പ്രതീക്ഷിക്കാത്ത മീൻ കാഴ്ച. പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ ചേട്ടൻ പറഞ്ഞൊരു സ്ഥലമാണ് രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ബിരിയാണി കട ബംഗാരു. അത് ഇവിടെ തന്നെയാണ്, ഈ സൈഡിൽ തന്നെയാണ് ബംഗാരു. അപ്പോൾ നോൺ വെജ് മട്ടൺ കട കണ്ടു, ഫിഷ് കണ്ടു, ഇവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കണ്ടു. ബംഗാരു കട നോക്കട്ടെ, ബംഗാരു ബിരിയാണി ഷോ. അത് വളരെ ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ. സിൻസ് 1931, അപ്പോൾ 1931 മുതലുള്ള വളരെ പഴക്കം ചെന്ന കടയാണ് ബംഗാരു ബിരിയാണി. ഇവിടെ ലക്ലി ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടോ. അയ്യോ, ഈ കടയിലക്കകത്തുള്ള തിരക്ക് കണ്ടോ രാവിലെ 7 മണിക്ക്. ഓ മൈ ഗാഡ്, അൺബിലീവബിൾ. കണ്ടു നോക്കിക്കോളൂ, നിറയെ ആൾക്കാർ, സീറ്റില്ല ഇരിക്കാൻ. 7 മണിക്ക് ബിരിയാണി കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതിവിടെ വന്നാൽ കാണാം. 6 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഈ കടയിൽ ബംഗാരു. ഇവിടെ ദം പൊട്ടിക്കാൻ പോണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനു വേണ്ടി ആൾക്കാരകത്തുണ്ട്, പൊട്ടിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട്. ഇരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിത് കണ്ടല്ലോ, ഇത് പക്ഷേ വളരെ ഫേമസ് ആണ് കേട്ടോ. വരുമ്പോൾ മറക്കാണ്ട് പോകണം. ഇനി വേറൊരു ബിരിയാണി സ്പോട്ടുണ്ട് ഇതുപോലെ രാവിലെ ഓപ്പൺ ആവുന്നത്, നമുക്ക് അവിടേക്ക് പോകാം. അവിടുത്തെ തിരക്കും ഇങ്ങനെയാണോ എന്നറിയില്ല. എന്നാലും 9 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പെരുമാൾ നായിഡു ബിരിയാണി കട, അതാണ് അടുത്ത സ്റ്റോപ്പ്. ഈ രാവിലെ ഏർലി മോർണിംഗ് തുറക്കുന്ന ബിരിയാണി കടകളിൽ ഒന്ന് ഇത്, ഒന്ന് അത് പ്രധാനം. ഇത് നോക്കി, ഇത് പാലാണോ? പാലാ? ഓക്കെ, 1/2 ലിറ്റർ ഓക്കെ, 1 ലിറ്റർ പാല് രാവിലെ പുള്ളി ഇവിടെ കൊണ്ടുവന്നിട്ട് കിട്ടി. ബ്രാൻഡ് പശുപാല്, പ്യുവർ. ഓ, കറന്ന് കൊണ്ടുവന്നേ. ഓ ഓക്കെ, ഒറിജിനൽ പശുവിൻ്റെ പാല്. ഓക്കെ, കറന്ന് കൊണ്ടുവന്നിട്ട് ഈ ഇതിൽ കൊണ്ടുവന്നിട്ട് കവറിലാക്കി അദ്ദേഹം വയ്ക്കുന്നു. അപ്പോൾ ശരിക്കുള്ള പശുവും പാല് കറന്ന് വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് വിൽക്കുന്ന പോലെ അത് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നമുക്ക് വാങ്ങാമായിരുന്നു നാട്ടിലായിരുന്നു, പക്ഷേ ഇത് നമുക്ക് പാല് കൊണ്ട് ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ രാവിലെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ നോക്കിയാൽ നമ്മുടെ റോക്ക് ഫോർട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് അവിടെയൊക്കെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ കയറി പോകാമായിരുന്നു. വാട്ട് ടു ഡു, നോ ചാൻസ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അത് കഴിഞ്ഞ് കഴിച്ചാലും മതിയായിരുന്നു, പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് കാര്യം. അടുത്ത സ്ഥലത്തെത്തി, പെരുമാൾ നായിഡു ബിരിയാണി കട. ഇതും വളരെ പഴക്കം ചെന്ന കട തന്നെയാണ് കേട്ടോ. ഓൺലി മട്ടൺ ബിരിയാണി. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം 6 o'clock മോർണിംഗ് 6:30 to 11:30-12 ഉച്ചയ്ക്ക്. ഓക്കെ, 11:30-12 വരെ ഉണ്ട്. ഇത് 5ാമത്തെ ജനറേഷനാണ്. ഓക്കെ, തേർഡ്. ഫസ്റ്റ് ജനറേഷൻ ഫോട്ടോ ഇല്ല, ആ സമയത്ത് ഫോട്ടോ ഇല്ല. ഫസ്റ്റ് ജനറേഷൻ്റെ ഫോട്ടോ പോലും ഇല്ല. സെക്കൻഡ്, അതെ അദ്ദേഹമാണ് പെരുമാൾ. ഓക്കെ, ഇത് സെക്കൻഡ് ജനറേഷൻ, തേർഡ്. ഓ, പിന്നെ 4 മാനേജർ. ഓക്കെ, 5ാമത്തെ ജനറേഷനും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അത് ആലോചിച്ച് നോക്കും, 5 ജനറേഷൻ പിന്നെ 200 വർഷത്തിലേറെ പഴക്കമുള്ള കാര്യം. സെയിം സ്പോട്ട്. ഓ, ഷെഡ് പോലെ ആയിരുന്നു. ഓക്കെ, ഓല ഷെഡാ? കൂറക്കട, അതായത് ഓല കൊണ്ടുള്ളൊരു ഷെഡായിരുന്നു തുടക്കം. 30 years ആയിട്ടാണ് ഈ ബിൽഡിംഗ് വന്നിട്ട് 30 വർഷമായി തോന്നുന്നു. അപ്പോൾ ഒരു പഴമയൊക്കെ ഉണ്ട്. എങ്കിലും ആലോചിച്ചു, ഈ സ്പോട്ടിലൊരു ഓല മേഞ്ഞ ഒരു ഷെഡിൽ തുടങ്ങിയ കട 200 years ബാക്ക്. 5ാമത്തെ ജനറേഷൻ. ഇത് മാനേജറാണ്, 5th ജനറേഷൻ. ഓക്കെ, പെരുമാൾ അദ്ദേഹമാണ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ മട്ടൺ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. ആലോചിച്ച് നോക്കൂ, രാവിലെ 7 മണിക്ക് ഞാൻ ബിരിയാണി കഴിക്കാൻ പോകും. ജീവിതത്തിൽ ആദ്യമായിട്ട് ദിണ്ടിഗലിൽ വന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. കുറച്ച് കഴിക്കാൻ കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നില്ല, ആയിട്ടില്ലല്ലോ. നമ്മുടെ ഒരു സിസ്റ്റം ഇത്രയും രാവിലെ പ്രോസസ്ഡ് അല്ല ബിരിയാണി കഴിക്കാൻ. എങ്കിലും നമുക്ക് സമയക്കുറവുണ്ട്. അപ്പോൾ രാവിലെ വന്നാലേ ഈ സ്ഥലത്ത് 11-12 മണിക്കകത്ത് തീരും, 11:30-ക്കകത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് അവരുടെ ഒരു മട്ടൺ ബിരിയാണി. ഇതിന് ദാൽച്ച. ഓ, ഇതെല്ലാവരും ദാൽച്ചയാണ് സൈഡായിട്ട്. അതായത് ഒരു സൂപ്പിൽ നമ്മൾ പരിപ്പിട്ടുണ്ടാക്കിയാൽ എങ്ങനെയുണ്ടോ, ഒരു സെമി സാമ്പാറാണ്, നോൺ വെജ് സാമ്പാർ. അതാണ് കോമ്പിനേഷൻ. ദിണ്ടിഗൽ സ്റ്റൈൽ ബിരിയാണി എല്ലാം ഇങ്ങനെയാണ്. ഇങ്ങനെ കുറച്ച് സെമിയായിട്ട് ജീരകശാല അരി ആണ് യൂസ് ചെയ്യുന്നത്, സ്മോൾ റൈസ്. പിന്നെ മട്ടൺ പീസസ് ഒരുപാട് വലുതായിരിക്കില്ല, ചെറിയ പീസസ് ആയിരിക്കും. ചോപ്സ്, മട്ടൺ ചോപ്സ്, ചുക്ക. മട്ടൺ ചോപ്സും മട്ടൺ ചുക്ക എല്ലാം ചെറിയ പീസസ് ആട്ടോ. നോക്കിയാൽ കുഞ്ഞു പീസസ്, അത് കഴിക്കാൻ എളുപ്പമാണ് കുഞ്ഞു പീസാകുമ്പോൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റൂ പോലെയാണ് ഇരിക്കുന്നത്, മട്ടൺ സ്റ്റൂ പോലെ. പക്ഷെ അല്ല, ഇറ്റ്സ് ചോപ്സ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. വാവ്,
നല്ല സോഫ്റ്റ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗംഭീരം, അടിപൊളി. അതിൻ്റെ പീസ് നോക്കിയേ, വേണ്ട സോഫ്റ്റ്. അവരുടെ മട്ടണൊക്കെ ഗംഭീരമാണ് കേട്ടോ, പാകത്തിന് വെന്ത. ചുക്കയുടെ പീസിൻ്റെ സൈസ് കണ്ടോ, കുഞ്ഞു 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 പീസസ്. എക്സലൻറ്റ്, നോ വേർഡ്സ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഓരോരോ സ്ഥലത്ത് പോയി ദിണ്ടുകളിൽ തന്നെ പല പല ബിരിയാണി ഷോപ്പിൽ പോയി കഴിച്ചിട്ട് നന്നായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും. വ്യത്യാസം നമുക്കറിയാൻ പറ്റും, ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഏത് സെക്കൻഡ്, അങ്ങനെ. ദിവസത്തെ ദാൽച്ച പരിപ്പ് ചേർത്ത ഒരു സാമ്പാർ പോലെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് അവർ മട്ടൻ്റെ സ്റ്റോക്കും കൂടി ഉണ്ടാവും. എല്ലാം കോമ്പിനേഷൻസ് ആണല്ലോ. നമ്മുടെ റോക്ക് ഫോർട്ട് കയറാനുള്ള എനർജി ഞാൻ സംഭരിക്കുകയാണ്. രാവിലെ തന്നെ ബിരിയാണി കഴിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചു വളരെ കുറച്ച് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചു. കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലില്ല, പക്ഷേ ടേസ്റ്റ് കൊണ്ട് അറിയാണ്ട് കഴിക്കുവാണ്. അപ്പോൾ ഞാനിനി ഇത് സാവധാനം കഴിച്ചു തീർക്കട്ടെ. നമുക്ക് സമയമുണ്ട് ഇഷ്ടംപോലെ, 9 മണി വരെ സമയമുണ്ട്. വീണ്ടും എൻ്റെ ഫ്രണ്ടിൽ ഒരു ഇല വന്നിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ദൈവമേ ബിരിയാണി കഴിച്ച് മതിയായിരുന്നു. ആക്ച്വലി ഇത് രണ്ടാമതാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അവർക്ക് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇഡ്ഡലിയും വെള്ളക്കുറുമയും, വെള്ള സ്റ്റൂ. അതായത് ശ്രീ കാമാക്ഷി ടിഫിൻ സെൻ്ററിലെ അവിടെ കിട്ടുന്ന പോലെ ഇത് ഇവർക്ക് 200 വർഷം പഴക്കമുണ്ട്. ഇവർ പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതലും കാമാക്ഷി ടിഫിനിലാണ് പറയുന്നത്. അവിടുത്തെ വെള്ളക്കുറുമ, മട്ടൻ കുറുമയും ഇഡ്ഡലിയും അവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഇവിടെയും അതുണ്ട്, ഇഡ്ഡലി ആൻഡ് മട്ടൻ വെള്ളക്കുറുമ. അതാണ് വേറെ കോമ്പിനേഷൻ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞു, അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, കണ്ടിട്ട് നമുക്കത് പാഴ്സലാക്കി എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. സിസ്റ്റ ഇഡ്ഡലി സോഫ്റ്റ് വൺസ് ഒന്നും കൂടെ വെക്കാം. ഓക്കെ, നമ്മളിതെന്തായാലും പാഴ്സൽ ചെയ്ത് കൊടുക്കാൻ പോവാണല്ലോ. ഓക്കെ, ഇതാണ് മട്ടൻ മട്ടൻ ചോപ്സ് ഇല്ല ഇതിനകത്ത്. അതിൻ്റെ അത് വേണം. ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നറിയോ, മട്ടൻ്റെ ചോപ്സിൻ്റെ ഗ്രേവിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് വളരെ ചെറിയ പൈസയിൽ കിട്ടും. അപ്പോൾ ആ ഗ്രേവി ഒഴിച്ച് കഴിച്ചിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ബഡ്ജറ്റഡായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ, അങ്ങനെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതായത് അത് മട്ടൻ വെള്ളക്കുറുമ ചോപ്സ്, മട്ടൻ ചോപ്സ് വെള്ളക്കുറുമ ചോപ്സിൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ പൈസ ആവുമല്ലോ. അത് വാങ്ങാൻ അതിൻ്റെ ഗ്രേവി മാത്രം കിട്ടും. ഇതാണ് പീസ്. ഓക്കെ ഓക്കെ, ചോപ്സ് ഇതുപോലത്തെ പീസും അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇത് മാത്രമായിട്ടാണ് ഗ്രേവിയാണ് അവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസും അതിൻ്റെ കറിയായിട്ട് ചോപ്സ് വെള്ളക്കുറുമ മേടിക്കുകയാണെങ്കിൽ 140 ആണ് അതിൻ്റെ റേറ്റ്. ഇഡ്ഡലിക്ക് 10 രൂപ ഒരെണ്ണം. അപ്പോൾ ഈ 3 ഇഡ്ഡലിയും ചാറ് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ ചാറിന് പൈസ കൊടുക്കണ്ട, 30 രൂപയുടെ ഇഡ്ഡലി വിത്ത് ഈ മട്ടൺ വെള്ളക്കുറുമയുടെ ചാറ് കൂട്ടി കഴിക്കാം. ഇതിപ്പോൾ 140 രൂപയാണ് ഒരു പീസോട് കൂടി കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി 170. ഓക്കെ, 10. ഇവിടുത്തെ ബിരിയാണി നമ്മൾ കഴിച്ചത് ക്വാർട്ടറാണ്, ക്വാണ്ടിറ്റി ക്വാർട്ടർ എന്നാണ് പറയുന്നത്. അതാണൊരു മിനിമം. ആ ക്വാർട്ടറിന് 170, പക്ഷേ പ്യുവർ മട്ടൺ. ഇതിന് ചട്നി വേണ്ട, ചമ്മന്തി, വെള്ള ചമ്മന്തി ഉണ്ട്, വേണമെങ്കിൽ മതി. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ധാരണയായി. ഓക്കെ, അപ്പോൾ ഇതിന് പാഴ്സൽ ചെയ്യാൻ പറയാം. ഭക്ഷണം ഇനി പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകാം. 1000. അത് വേണ്ട. ഇറ്റ്സ് ഓക്കെ. യെസ്, രാവിലെ 7 മണിക്ക് മട്ടൺ ബിരിയാണി എല്ലാം കഴിച്ച് പുറത്തിറങ്ങി എന്നെ കാണുന്നു. നല്ല രസമല്ലേ? ഇതാ ഇവിടത്തേക്ക് ഒരു പ്രത്യേകത കണ്ടോ, ഇല തൂക്കിയിരിക്കുന്ന കണ്ടോ. തമിഴ്നാട്ടിൽ ഇവിടെ വന്നാൽ ഇങ്ങനെ കാണാം. മിക്കവാറും കടകളിൽ ഇവിടെ ഉണ്ട്. ദിണ്ടുകല്ലിൽ എസ്പെഷ്യലി ഞാൻ കഴിച്ചാണ്. അതായത് ഇവിടെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഇല, വാഴയില വെളിയിലുണ്ടാവും. കഴിയുമ്പോൾ അതകത്തേക്ക് പോകും. പിന്നെ വാഴയില പുറത്തുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ഇവിടുത്തെ എന്താ പറയുക, ഓപ്പൺ ആയോ എന്നറിയാൻ ഭക്ഷണം. അപ്പോൾ പെരുമാൾ നായിഡു ബിരിയാണി കട മറക്കണ്ട, ഒരു മസ്റ്റ് ട്രൈ ആണ്. കടയുടെ വലിപ്പവും ഒന്നും നോക്കരുത്, അത് വ്യത്യസ്തമാണ്. കാര്യം നമ്മൾ ഇത് അത്രയും പഴക്കമുള്ള കടയാണ്. അവർ ആ പഴമ അങ്ങനെ നിലനിർത്താൻ നോക്കുകയാണ്. ഈ കട ഒരു 30 years ഓൾഡാണ്. അതായത് ബിൽഡിങ് വന്നിട്ട് അതിന് മുന്നേ ഇത് ഓല ഷെഡായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 200 വർഷം പഴക്കം. ദാറ്റ് മീൻസ് ഒരു 18th centuryയിലൊക്കെയാണ് ഈ കട ഉണ്ടായിരുന്നത്. അത് ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മൈസൂർ സുൽത്താൻസ്, ആ ഒരു പീരീഡിലൊക്കെ ഇവരിവിടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ 5ാമത്തെ ജനറേഷൻ ബാക്കിൻ്റെ ഓണറിൻ്റെ. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്.
നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ റോക്ക് ഫോർട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന മട്ടൺ കട. അവിടെ കുറേ മട്ടൺ കടയുടെ ബാക്കിൽ കുറേ ആടുകളെയൊക്കെ ആ റൂമിനകത്ത് ഇട്ടിരിക്കുന്നത് കാണാം. അതൊക്കെ കാണാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കതൊരു സങ്കടമുള്ള കാഴ്ചയല്ലേ. മട്ടൺ എല്ലാവരും കഴിക്കും, പക്ഷേ നമ്മളത് ഓക്കെ. ഇതെല്ലാം ബിരിയാണി കടകളാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ഹോട്ടൽ, ബീഫ് ബിരിയാണി ഹോട്ടൽ, അമ്മേ, ഇതെല്ലാം ചെറിയ 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 കടകൾ. പക്ഷേ അതൊക്കെ സാധാരണ കടകളാണ് കേട്ടോ, ചെറിയ സ്റ്റോൾസ്. ഇറ്റ്സ് എ ഫുഡ് സ്ട്രീറ്റിലേക്ക് എവിടെ പോയാലും ബിരിയാണി ബിരിയാണി. വാവ്, മട്ടൺ ബിരിയാണി. അതായത് മട്ടൺ പ്രേമികൾ വരിക ദിണ്ടിഗലിലേക്ക്. ഇഷ്ടംപോലെ മട്ടൻ്റെ നല്ല ഏറ്റവും ബെസ്റ്റ് മട്ടൺ കഴിക്കാൻ പറ്റും. അടിപൊളിയാണ്. അങ്ങനെ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്നു, കുറേ ചരിത്ര കാര്യങ്ങൾ അറിയാനായിട്ട്. ഫോർട്ട് ഓൺ റോക്ക്, പള്ളപ്പട്ടി ദിണ്ടിഗൽ എന്നാണ് ഇവിടെ പറയുന്നത്. ദിണ്ടിഗൽ ഫോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ട്രിച്ചി സർക്കിൾ. ദിണ്ടിഗൽ ഫോർട്ട് ലേറ്റ് മിഡീവൽ പീരീഡ്, അതായത് ഈ ഹിൽ ഫോർട്ട് 17th century ആ സമയത്താണ് ഇത് ഇവിടെ ഉണ്ടാകുന്നത്. മുത്തു കൃഷ്ണപ്പ നായക് ഓഫ് മധുരൈ നായക് ഡൈനാസ്റ്റി, അദ്ദേഹമാണ് 1605 ആ സമയത്ത് ഈ ഫോർട്ട് ഇവിടെ പണിതത്. അതിനുശേഷം ദിണ്ടിഗൽ ഫോർട്ട് ഹാസ് ബിൻ കൺട്രോൾ ബൈ ഒരുപാട് ന്യൂമറസ് റൂളേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രാറ്റജിക് മിലിറ്ററി ഇമ്പോർട്ടൻസ്. വലിയൊരു എന്താ പറയുക, മിലിറ്ററി ഒരു പോയിന്റ് തന്നെയായിരുന്നു ഇവിടെ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയൊക്കെ ബേസ് ഓഫ് ഓപ്പറേഷനായിട്ടും ഈ ഫോർട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം സെൽസ് ഉണ്ട്. ഈ ട്രൂപ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, മിലിറ്ററി സോൾജേഴ്സൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാനൻസ് ഒക്കെ ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട്. ഇതൊരു വലിയൊരു ഫ്രീ സ്റ്റാൻഡിങ് ബാസ്റ്റിയനാണ്. ഇതിനകത്ത് സർക്കുലറായിട്ട് ഒരുപാട് വട്ടത്തിനിങ്ങനെ ഈ പാറയ്ക്ക് ചുറ്റും വലിയ കോട്ട കേട്ടോ. ഇത് ഇപ്പോഴും കുറേയൊക്കെ പ്രിസർവ്ഡ് ആണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറേ ബ്രിക്ക് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ വിജയനഗർ റൂളേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവിടുത്തെ ഒരു ക്ഷേത്രം, ഒരു ചെറിയൊരു ടെമ്പിളൊക്കെ ഉണ്ടാകത്ത്. ഒരു സെൻട്രൽ ഒരു ഷ്രൈൻ ഉണ്ട് അവിടെ, ഒരു അമ്പലം പോലെ. അത് ഭയങ്കര നോട്ട് വർത്തിയാണ്. ഡെലിക്കേറ്റ്ലി കാവ്ഡ് ആർക്കിടെക്ചറൽ മെമ്പേഴ്സ്. അതിനകത്ത് ഒരുപാട് കുറച്ച് ആർക്കിടെക്ചറൽ സ്ട്രക്ചറിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ബ്രിക്ക് എലിമെൻറ്റ്സ് ഉണ്ട് സൂപ്പർ സ്ട്രക്ചറിൽ. പിന്നെ കുറേ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വിജയനഗർ രാജാവിൻ്റെ കാലത്ത് കുറേ ഡൊണേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിരുന്നതിൻ്റെ കൃഷ്ണദേവരായയുടെ സമയത്ത്. ദിണ്ടിഗൽ എന്ന് പറയുന്ന ഈ സുപ്രധാനമായ സ്ഥലം ഒരു കാലത്ത് ഇറ്റ് വാസ് ലൈക്ക് ഒരു ബോർഡർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അതായത് പാണ്ഡ്യ രാജാക്കന്മാരുടെയും പാണ്ഡ്യ ചോള ചേര കിങ്ഡംസിൻ്റെ ഇടയിൽ വരണ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കണക്റ്റിംഗ് പ്ലേസ് ആയിരുന്നു ദിണ്ടിഗൽ, ഒരു ബോർഡർ പോലെ. അതുകൊണ്ട് തന്നെ ആരാണോ ഭരിക്കുന്നത്, പ്രോമിനൻ്റായി വരുന്നത്, അവർ ദിണ്ടിഗൽ പിടിച്ചടക്കും. അതായിരുന്നു രീതി. ചേര രാജാവ് 1st century AD ആ സമയത്ത് പാണ്ഡ്യ രാജാസിൻ്റെ കയ്യിൽ നിന്നും ദിണ്ടിഗൽ പിടിച്ചെടുത്തു. അവിടെ നിന്നാണ് തുടക്കം. നമ്മുടെ ഹിസ്റ്ററി അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കരികാല ചോള 1st century പാണ്ഡ്യ കിങ്ഡം പിടിച്ചടക്കുകയും അത് കഴിഞ്ഞിട്ട് ദിണ്ടിഗൽ ബിക്കെയിം പാർട്ട് ഓഫ് ചോള എംപയർ. പിന്നെ 6th century പല്ലവാസ് അവർ ഇവിടെ വന്നിട്ട് ഈ ഭാഗം ദിണ്ടിഗൽ പിടിച്ചടക്കിയത് അവരാണ് കുറച്ച് കാലം, പല്ലവാസ്, ഫ്രം 6th century. ഓക്കെ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി പോവാം. ഇതെല്ലാം ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ വലിയൊരു ദിണ്ടിഗൽ എന്ന് പറയുന്ന ഈ ഒരു സുപ്രധാന നഗരവും അതോടനുബന്ധിച്ച് ഈ കാണുന്ന ദിണ്ടിഗൽ ഈ ഒരു റോക്കും എല്ലാം. 9th century ആയപ്പോൾ ചോളാസ് വീണ്ടും ഇത് തിരിച്ചു പിടിക്കുന്നു. പിന്നെ 13th century ആയപ്പോൾ പാണ്ഡ്യാസ് വീണ്ടും ഇത് തിരിച്ചു പിടിക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു ടഗ് ഓഫ് വാറാണ് ഈ ദിണ്ടിഗലിന് വേണ്ടിയിട്ട്. 14th century ആയപ്പോൾ ഡൽഹി സുൽത്താൻസ് ആ കാലത്ത് മധുരൈ സുൽത്താനറ്റ് രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി, അതായത് ഡൽഹി സുൽത്താനറ്റിലെ ആൾക്കാർ ഇവിടെ ഡയറക്റ്റ് വന്ന് ചെയ്തില്ലെങ്കിലും മധുരൈ സുൽത്താനറ്റൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അവരായിരുന്നു പിന്നെ ദിണ്ടിഗൽ ഭരിച്ചിരുന്നത്. അങ്ങനെ ഏകദേശം നടന്ന് പകുതി ദൂരം എത്തിയെന്ന് പറയാം. ഇനി ബാക്കിയുണ്ട് കയറാൻ. ഇത് പാറയിൽ തന്നെ കൊത്തിയെടുത്ത ചെറിയ പടിക്കെട്ടുകളാണ്. എന്തുമാത്രം ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണത്. വാവ്, ഇപ്പോൾ ഇത്രയും ഹൈറ്റിലെത്തി കഴിഞ്ഞു. ഒരു ഹാഫ് വേ എത്തിയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കുറേ ഗ്രീനറി കാണാം. പിന്നെ ഈ ദിണ്ടിഗൽ എന്ന് പറയുന്ന ഈ ഒരു ടൗൺഷിപ്പ് കാണാം. ഓക്കെ, നിറയെ ബിൽഡിങ്സൊക്കെ ആയിട്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു വലിയൊരു റോക്കിൽ കയറണം എന്നുള്ളതുകൊണ്ട് തന്നെ സാരി ഒഴിവാക്കിയതാണ്. ആക്ച്വലി ഇവരുടെ ഈ ടൈമിംഗ് ഒന്ന് മാറ്റിയാൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. രാവിലെ 7 മണി തൊട്ട് ഓപ്പൺ ആയിരുന്നെങ്കിൽ വെയിലില്ലാതെ നോക്കും. പക്ഷെ 9 o'clock ഓൺലൈനായിട്ടാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്, ഓൺലൈൻ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസ് പോലെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ ഒരു QR കോഡ് ഉണ്ടാകും. അതുവഴി ആരൊക്കെയാണ് വരുന്നത്, എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വരുന്നു, അവരുടെ എല്ലാം പേര് ഡീറ്റെയിൽസ് പ്ലസ് ആരുടെയും ഒരാളുടെ ഒരു ID പ്രൂഫും കൂടി കൊടുത്തിട്ടാണ് എൻട്രി പാസ് എടുക്കേണ്ടത്. ഇപ്പോൾ ആൾക്കാർ ചെറുതായിട്ട് 1-2 പേര് താഴെ നിന്ന് വരുന്നുണ്ട്. ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത്. ഓക്കെ, ഫോർട്ടിൻ്റെ മതിലൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് റോക്കിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. പഴയ മതിൽക്കെട്ടുകളാണ്, വളരെ ഹൈറ്റിലാണ് കേട്ടോ ഇത്. നമുക്ക് അകത്ത് കയറി നോക്കാം, അപ്പോഴാണ് കുറച്ചുകൂടെ കംപ്ലീറ്റ് അറിയാൻ പറ്റുക. ദിണ്ടിഗലിലൊക്കെ റോക്ക് ഫോർട്ട് കാണാൻ വരികയാണെങ്കിൽ സമ്മർ ടൈം അത്ര നല്ല സമയമാണെന്ന് ഞാൻ പറയില്ല, ഇത് പീക്ക് സമ്മറാണ്. അല്ലെങ്കിൽ ഓക്കെയാണ്, വൈകുന്നേരമൊക്കെ വന്നാൽ ഒരു 3 മണിക്ക് 3:30 ആകുമ്പോൾ കയറി കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഇവിടെ ഇരിക്കും. അപ്പോൾ ചെറിയ ബെഞ്ചസ് പോലെയൊക്കെ ഇങ്ങനെ കല്ലിൽ അവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ എല്ലാം ഇരിക്കാം. ഈവൻ ഈ പാറയിൽ തന്നെ വെറുതെ ഇരിക്കാമല്ലോ, നല്ല വ്യൂ എല്ലാം കണ്ട് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ. നല്ല വെയിലാണ്, അതാണ് ഞാൻ കുടയും പിടിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ കണ്ടീഷൻ വളരെ മോശമാവും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു ചെറിയൊരു മഴ പോലെ എന്തെങ്കിലും വന്നെങ്കിലോ എന്ന്. മഴക്കാറോ മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം കിട്ടുകയാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. സ്റ്റെപ്സൊക്കെ കഴിഞ്ഞു, ഇനി പാറകയറ്റം കോട്ടയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണേ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ആദ്യം വന്നിരിക്കുന്ന ഞാനായതുകൊണ്ട് വാതിൽ തുറന്ന് തന്നെ അകത്ത് കയറണം. വാതിൽ തുറന്ന് കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു, ഇതെനിക്ക് തോന്നുന്നു സോൾജേഴ്സൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നിരിക്കാം. 2 സൈഡിലും ഗാർഡുകൾ. ഓക്കെ, ഇതൊരു ഭയങ്കര സെക്യൂരിറ്റി പോയിൻ്റ് ആയിരുന്നല്ലോ, മിലിറ്ററി ബേസും കൂടിയായിരുന്നു. അടുത്ത് വീണ്ടും ഒരു വാതിൽ. പീരങ്കിയെല്ലാം ഇങ്ങനെ ക്യാനൺസൊക്കെ ഇങ്ങനെ ഉരുട്ടി കയറ്റാനും തള്ളി കയറ്റാനും ഒക്കെ റാമ്പാണ് കംഫർട്ടബിൾ, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു റാമ്പ് ഉണ്ടായത്. സോൾജേഴ്സൊക്കെ ഇവിടെ തമ്പടിച്ചിരുന്ന സ്ഥലമാണ്, അപ്പോൾ അവരുടെ ബാരക്സ്, അവർക്ക് താമസിക്കാനുള്ള ഷെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഈ രാജാക്കന്മാരുടെ, ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും അവസാനം ഇവിടെ കൈയടക്കിയിരുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സോൾജേഴ്സിൻ്റെ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയ ആയിരുന്നു. ഇതൊരു സ്ട്രാറ്റജിക് മിലിറ്ററി ബേസ് ആയിരുന്നു, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ഇഷ്ടം പോലെ ഇതുണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ ഇരുണ്ട മുറി പോലെ അല്ലേ. എന്തായാലും വവ്വാലില്ല, അത്രയും സമാധാനം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് കഴിഞ്ഞ് വീണ്ടും റൂമുണ്ട്, അങ്ങനെ പോകണു. ഒരുപാട് പേരെ ഇവിടെ സ്റ്റേഷൻ ചെയ്തിരുന്നല്ലോ. ഒരു ഏരിയയിൽ നിന്നും അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ അത് കുനിഞ്ഞിറങ്ങണം കേട്ടോ. ചെറിയ ആർച്ച് വേ ആണ് ഇത്, ആ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊന്നും ആരും ഓടി കയറത്തില്ല. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ്. ഇവിടെ ആൾക്കാർ കിടക്കും, സോൾജേഴ്സ്. പിന്നെ അടുത്ത അവരുടെ ഏരിയ ഇങ്ങനെ അത് അങ്ങേ അറ്റം വരെ ഉണ്ട്. ഓരോന്നും ഓരോ സ്റ്റെപ്പ് താഴ്ചയായിട്ടാണ് പോകുന്നത്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബേസ്മെൻറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പട്ടാളക്കാരെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ്. കാണുന്നുണ്ടോ, ഇത്രയും വീതിയും താഴോട്ടിങ്ങനെ നീളത്തിനാണ്, ദൂര സ്ഥലമുണ്ട്. എത്രത്തോളം സോൾജേഴ്സ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതെല്ലാം. അവരെല്ലാം ഇവിടെയാണ് സ്റ്റേഷൻഡ്. യുദ്ധത്തിൻ്റെ ആവശ്യത്തിനായിട്ട് സജ്ജരാക്കി ഇവിടെയാണ് അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്ത് ഇവരിവിടെ താമസിച്ചിരുന്നു. ഭയങ്കരം അല്ലേ, മാവലസ്. എന്തൊരു ആർക്കിടെക്ചറൽ സ്കിൽസാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു പാറയുടെ മുകളിലൊരു ഫോർട്ടുണ്ടാക്കി അവിടെ ഇങ്ങനെ അവരുടെ സോൾജേഴ്സിന് വേണ്ടിയിട്ട്, മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ബാരക്സ്, ഇതുപോലെ താമസിക്കാനുള്ള സൗകര്യം. ഇതിങ്ങനെ നിരന്ന് കിടക്കും. പിന്നെ ഇതെനിക്ക് തോന്നുന്നു അതും ഇതുപോലെ കിടക്കാനും ഇരിക്കാനും ഒക്കെ തന്നെ ആയിരിക്കണം. അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കണ്ടിട്ട്. ഇതുവഴി ഒരു വാതായനമുണ്ട്. നമ്മൾ വന്നതൊരു കോമൺ എൻട്രൻസ്. എഗെയിൻ ദർ ഇസ് 1 എൻട്രൻസ് ഹിയർ. അങ്ങനെ അവർക്ക് കുറച്ച് ആ അറ്റത്തും എൻട്രൻസ് ഉണ്ട്. അങ്ങനെ അറ്റം വരെ പോകും കേട്ടോ. അയ്യോ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 10,000 പേര് കൂടുതൽ അക്കോമഡേറ്റ്, അല്ല 500 എങ്കിലും മിനിമം പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 6 to 7 ഈ ബേസ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ 1, 2, 3, 4 അങ്ങനെ 7, 8 ഉണ്ട്. ഒരു ഗുഹയുടെ ആകൃതിയിലാണ് ഇങ്ങനെ, ഓരോന്നും പല ലെവലിലാണ്. കുനിഞ്ഞിറങ്ങണം, കുനിഞ്ഞു കയറണം. ഓക്കേ, അമ്മേ, യെസ്. അപ്പോൾ 2 വാതിൽ ഇവിടെ, സൈഡിലായിട്ട് വേറെ വാതിലുണ്ട്. ഓക്കെ, അപ്പോൾ പഴയ കെട്ടെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, കരിങ്കല്ലും ചില ടൈപ്പ് ഓഫ് ബ്രിക്കും കൂടി വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കണം. 14ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം ഞാൻ പറഞ്ഞു. 14th സെഞ്ച്വറിയിലാണ് ഡൽഹി സുൽത്താനേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവരുടെ അവരുടെ കയ്യിലായിരുന്നു. മധുരൈ സുൽത്താനേറ്റും കൂടി ചേർന്ന് ഇത് കൈയടക്കി വെച്ചിരുന്നു. ഓക്കെ, ദിണ്ടിഗൽ ആൻഡ് ദി ഫോർട്ട്. ഇങ്ങനെ കിടക്കണം കേട്ടോ. ഇത് നടന്നാലും തീരില്ല, അത്ര വലുതാണ്. ആ ഭാഗത്തുമൊക്കെ ഒരിക്കലും പറ്റാത്തൊരു വലിയൊരു ഇവരുടെ വെള്ളത്തിൻ്റെ ആവശ്യത്തിനുള്ള
ഒരു വെള്ളത്തിൻ്റെ ഒരു സോഴ്സും ഉണ്ട്. കാര്യം ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമുള്ള വെള്ളവും മറ്റു കാര്യങ്ങളും സംവിധാനങ്ങളും വേണം. കോട്ടയുടെ ചുറ്റുമതിൽ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തും പോയി ഒന്ന് നോക്കാം. തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഒരു സൈഡിൽ നിന്ന്. ഇതൊരു വലിയൊരു ഏരിയ ആണ്. വൈകുന്നേരം സമയം വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ബെഞ്ചസിലൊക്കെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട്. ഓ മൈ ഗോഡ്, ദിണ്ടിഗൽ ടൗൺഷിപ്പ്. സീ ദ ബ്യൂട്ടിഫുൾ വ്യൂ. ഇത് ഒത്ത നടുക്കായിട്ടാണ് ഏകദേശം ഈ പാറ വരുന്നത്. ദിസ് റോക്ക് ഫോർട്ട്. അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ ഭരണാധികാരികളും എല്ലാ രാജാക്കന്മാരും കിങ്ഡവും ഇവിടെ ഈ ഒരു കോട്ടയും ഒക്കെ ഉണ്ടാക്കിയത്, ഇത് സ്ട്രോങ് ഹോൾഡായിട്ട് വെച്ചത്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് ക്യാനൻസ് അഥവാ പീരങ്കികൾ ഘടിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ശത്രുക്കൾ എവിടെ നിന്ന് വന്നാലും കാണാം, ഇവിടെ എത്താൻ പറ്റില്ല. ആ പാറ കയറാൻ പറ്റുമോ? അവരിങ്ങോട്ട് വരുമ്പോൾ തന്നെ പീരങ്കികൾ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മളിങ്ങനെ ചുറ്റി ഇവിടെ എത്തി. ഞാൻ ഇവിടെ നോക്കിയാൽ ഇതെല്ലാം തന്നെ ക്യാനൺ പോയിൻറ്റ്സ് ആണ്. ഇവിടെ എല്ലാം പീരങ്കികൾ വെച്ചിരുന്ന പോയിൻറ്റ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നഗരം കാണാം. അയ്യോ, അപ്പോൾ ഇവിടെ സോൾജേഴ്സ് സ്ട്രാറ്റജിക് പോയിൻറ്റ്സിൽ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ശത്രുക്കളെ കണ്ടാൽ അപ്പോൾ തന്നെ തുരത്തും. പിന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷനൊക്കെ കണ്ട്, ഇത് അണ്ടർഗ്രൗണ്ട്, ഇത് പല പല തട്ടുകളിലാണല്ലോ. ഇവിടെ സെല്ലാറ് പോലെ എന്തോ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു ഫണൽ മാതിരി കുറച്ച് വായുസഞ്ചാരത്തിന് വേണ്ടി ആയിരിക്കാം ഇങ്ങനെ കുറച്ച് ഫണൽസ് കാണുന്നുണ്ട്. എന്തായാലും ഒരു സെല്ലാറ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫണൽ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതായത് നമ്മുടെ ചിമ്മിനി പോലെ വായുസഞ്ചാരത്തിനായിട്ട്. എന്തായാലും ഇവിടെ സോൾജേഴ്സ് താമസിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഒരു ജയിലായിട്ടും പ്രവർത്തിച്ചിരുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതായത് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് പ്രിസണേഴ്സ് ഓഫ് വാർ അവരെയും സൂക്ഷിച്ചിരുന്നത് ഈ ഫോർട്ടിനകത്ത് തന്നെയാണ്. അത് ഏത് ഭാഗത്തായിരുന്നു എന്ന് കൃത്യമായി എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഇതിനകത്ത് കുറേ സെല്ലാർ ഏരിയാസ് ഉണ്ട്, സോൾജേഴ്സ് താമസിച്ചിരുന്ന ഏരിയാസ് ഉണ്ട്, വലിയ വലിയ ഹോൾസ്, അങ്ങനെയല്ല. ഇതെല്ലാം അതിൻ്റെ ബാക്കി പത്രമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഇത് നോക്കിയേ, ഇങ്ങനെ കാനൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് പട്ടാളക്കാർ നിൽക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അത് തോക്ക് വയ്ക്കാനായിട്ടൊരു സ്പേസ് ഒക്കെ കണ്ടോ. ഒന്നല്ല, 1, 2, 3, അതായത് 3 ആംഗിളിലും ഇവിടെ ആൾ നിന്ന് ഗാർഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സീരിയസ്. എൻ്റെ ആ ഒരു ഹൈറ്റ് അനുസരിച്ചാണ് വെച്ചിരിക്കണേ. ഞാനിങ്ങനെ ജാമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു സൈസ് അനുസരിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ അമങ്ങിയിരിക്കുകയാണ്. പക്ഷേ നൈസ് ഷെയ്ഡ്. ഇതിനകത്ത് ഞാൻ ആലോചിക്കുകയാണ് ചരിത്രം. എത്ര സോൾജേഴ്സ് ഇവിടെ നിന്നിട്ടുണ്ടാവും അല്ലേ. അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. അവർക്ക് എന്തെല്ലാം കഥകൾ പറയാനുണ്ടാവും. ഇതിനകത്തുണ്ടായിരുന്ന പ്രിസണേഴ്സിന്, ഇതിനകത്തുണ്ടായിരുന്ന സോൾജേഴ്സിന്, ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക്, സോ മെനി സ്റ്റോറീസ്. എത്ര പേരുടെ കണ്ണീര് വീണ സ്ഥലമായിരിക്കും അല്ലേ, എത്ര പേരുടെ വിജയം ആഘോഷിച്ച സ്ഥലമായിരിക്കും. അപ്പോൾ 14-ാം നൂറ്റാണ്ട് വരെ നമ്മളെത്തി. ഇനി അത് കഴിഞ്ഞുള്ള ചരിത്രം. ഡൽഹി സുൽത്താൻസ് വിത്ത് മഥുരൈ സുൽത്താനറ്റ്, ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 14th century 1338 to 13 ആണ് കാലഘട്ടം. ടുവേർഡ്സ് എൻഡ് ഓഫ് 1378, 1378 അവസാന ഭാഗം ആയപ്പോഴേക്കും നമ്മുടെ മുസ്ലിം റൂളേഴ്സ് വന്നു. ബൈ ദ എൻഡ് ഓഫ് 1370, 1378 ആയപ്പോൾ ഈ മുസ്ലിം റൂളേഴ്സ്, ദാറ്റ് ഈസ് ഡൽഹി സുൽത്താനറ്റിൻ്റെ ഭാഗമായിട്ട് ഇരുന്ന ഈ പ്രദേശമെല്ലാം വിജയനഗർ രാജാക്കന്മാർ ഡിഫീറ്റ് ചെയ്യുകയും അവരിത് കൈക്കലാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ദിണ്ടിഗലൊക്കെ കുറച്ച് നാളും വിജയനഗർ രാജാക്കന്മാരുടെ അധീനതയിൽ. 1559 വരെ, ആ സമയം വരെയും അപ്പോഴുവരെയും ആ ഒരു ടൈമിൽ 1559 മധുരൈ നായ്ക്കർ, അവർ ദേവർ പാർട്ട് ഓഫ് വിജയനഗർ എംപയർ. അപ്പോൾ വിജയനഗർ രാജാക്കന്മാരുടെ ഭാഗമായിരുന്നു മധുരൈ നായ്ക്കർ. അതുകൊണ്ട് തന്നെ വിജയനഗർ രാജാക്കന്മാർക്ക് നേരിട്ട് വന്ന് ഇവിടെ ഭരിക്കേണ്ട കാര്യമോ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഈ മധുരൈ നായ്ക്കറാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ 1559 ആയപ്പോൾ മധുരൈ നായ്ക്കർ കുറച്ചുകൂടി പവർഫുള്ളായി അവർ. എന്നിട്ട് ദിണ്ടിഗൽ അവരുടെ ഒരു സ്ട്രാറ്റജിക് ഗേറ്റ് വേ ആക്കി മാറ്റി. നോർത്തേൺ കിങ്സ്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള രാജാക്കന്മാർ കടന്നു വരാൻ സാധ്യതയുള്ളൊരു സ്ട്രാറ്റജിക് പോയിൻ്റായി മാറി എന്നുള്ളതും ഇതൊരു സ്ട്രാറ്റജിക് ഗേറ്റ് വേ ആക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ അപ്പോഴാണ് അവർക്ക് തോന്നി ഇവിടെ ഒരു ഫോർട്ട്, കൃത്യമായൊരു നല്ലൊരു ഹിൽ ഫോർട്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അതുവരെയും ഹിൽ ഫോർട്ട് ഇല്ലായിരുന്നു. ദിണ്ടിഗൽ പിടിച്ചെടുക്കുക, ദിണ്ടിഗൽ അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1602 AD, 1602 AD മുത്തുകൃഷ്ണ നായക്ക എന്ന് പറയുന്ന മധുരൈ നായ്ക്കർ രാജാവ് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഹിൽ ഫോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ മുകളിൽ. അത് 1602 AD സംഭവിക്കുന്നത്. 1602 മുതൽ 1742 കാലഘട്ടം വരെ AD, ആ കാലഘട്ടം വരെ മധുരൈ തിരുമലൈ നായ്ക്കർ ഡൈനാസ്റ്റിയുടെ കീഴിൽ തന്നെയായിരുന്നു. അതായത് ആദ്യകാലത്ത് വിജയനഗർ രാജാക്കന്മാരുടെ അധീനതയിൽ ഇവർ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിൽക്കാലത്ത് ഇവർ ശക്തരായപ്പോൾ തിരുമലൈ നായ്ക്കർ അവരുടെ ഭരണത്തിന് കീഴിൽ ഈ കോട്ടയൊക്കെ 1602 പണിത് സ്ട്രോങ് ആക്കി, ഒരു സ്ട്രാറ്റജിക് പോയിൻ്റ് ആക്കി, നന്നായിട്ട് ഇഷ്ടംപോലെ സോൾജേഴ്സിനെയൊക്കെ താമസിപ്പിക്കുകയും ക്യാനൺസൊക്കെ വയ്ക്കുകയും വളരെ ശക്തമാക്കി വെച്ചു 1742 വരെ. പിന്നെ 1742 കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് മൈസൂറിൽ നിന്നും ഹൈദരാലി വരുന്നു. അവർ വന്നിട്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കുന്നു ദിണ്ടിഗലും കോട്ടയും എല്ലാ കാര്യങ്ങളും.
പക്ഷേ ഇങ്ങനൊരു കോട്ടയും ഇങ്ങനൊരു സ്ട്രാറ്റജിക് പോയിൻ്റൊക്കെ പിടിച്ചടക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ലല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇത്രയും കാനൺസും ആൾക്കാരും പട്ടാളക്കാരും ഒക്കെ ഉള്ള സമയത്ത് അവരുടെ പ്രിസണേഴ്സ് ഓഫ് വാറിനെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവരുടെ ജയിലായിരുന്നു, പ്ലസ് സോൾജേഴ്സിൻ്റെ ഗാരസൺ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കുളം മീൻസ് ഒരു വെള്ളുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. നമ്മളിപ്പോൾ കോട്ടയുടെ ഒരു മതിലിൻ്റെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഹൈദരാലിയും സംഘവും മൈസൂറിൽ നിന്ന് വന്ന് ഈ കോട്ടയ്ക്കകത്ത് തമ്പടിച്ച് ഇവിടെ എല്ലാം പിടിച്ചടക്കി. ഞാനിപ്പോൾ ഒരു നാരോ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു മതിലിൻ്റെ സൈഡിലൂടെ നടക്കുന്നു. ഭയങ്കര കുഴിയാണ്, എന്നെങ്ങാനും വീണ് പോയാൽ പണി പാടും. ഇവിടെ നോക്കുമ്പോൾ ഇതും കാണാം. ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 17th സെഞ്ച്വറിയിൽ തന്നെ ബ്രിട്ടീഷ് വരുന്നു. ഇവരുമായിട്ട് ഹൈദരാലിയുടെ ഗ്രൂപ്പായിട്ട് യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നു ഈ കോട്ടയും ദിണ്ടിഗലും എല്ലാം. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷ് കാലഘട്ടമാണ് കുറച്ച് നാൾ. 1742 to 1783 ആണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ആരുടെ കയ്യിൽ? ഹൈദരാലി, മൈസൂർ രാജാക്കന്മാരുടെ കയ്യിൽ. 83 ബ്രിട്ടീഷുകാർ വരുന്നത്, ബ്രിട്ടീഷ് ആർമി ഇവരുടെ നിന്ന് പിടിച്ചെടുത്തു. പക്ഷേ അവരൊരു വർഷമേ കയ്യിൽ വെച്ചിരുന്നുള്ളൂ. 1784 അവരത് തിരിച്ച് മൈസൂർ രാജാക്കന്മാർക്ക് തന്നെ കൊടുത്തു. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇച്ചൊരു നാരോ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ്. ഇതിപ്പോൾ സംസാരിച്ചാൽ ചിലപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇവിടെ താഴെയൊക്കെ ബാരക്സ് ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ എനിക്കോട്ട് പ്രിസൺ ആയിരുന്നു തോന്നുന്നു ഈ ഭാഗത്ത്. അതിൻ്റെ ഫണലാണ് നമ്മൾ കണ്ടത്. ഇവിടെ അമ്പലക്കുളം ആ ഒരു ടെമ്പിൾ പോണ്ട് പോലെ പാറയുടെ താഴെ സിറ്റി. നല്ല ഡെപ്താ. ഇങ്ങനെയാണ് ഈ പാറയ്ക്ക് ചുറ്റും ഈ ഒരു വലിയ കോട്ട പണിതിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ദിണ്ടിഗൽ ഫോർട്ട് കണ്ടിങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു മലയാളി ഫാമിലിയെ കാണുന്നു. അവരും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പത്തനാപുരം ഭാഗത്തുനിന്നാണ് താമസിക്കുന്നത്. നിങ്ങൾ പത്തനാപുരത്താണോ? ഗണേഷ് കുമാർ മിനിസ്റ്ററിൻ്റെ വീടിനടുത്താണെന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ. ഇത് വൈഫ്, അമ്മ, അച്ഛൻ ആൻഡ് ഓൺലി സൺ. ഈ സണ്ണിനെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത്. കാരണം ഭയങ്കര ഒരു സകല കലാവല്ലഭനാണ്. ദാറ്റ് ഈസ് ഈ ഒരു ചെറുപ്രായത്തിൽ ഈസ് ഇൻ ദ 9th സ്റ്റാൻഡേർഡ് കയറുന്നേ ഉള്ളൂ അല്ലേ, ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക്. പക്ഷേ ഒരു പുസ്തകം ഓൾറെഡി ഒരു യാത്രാ വിവരണ പുസ്തകം എഴുതി കഴിഞ്ഞു. നേരത്തെ എഴുതിയിട്ടുണ്ട്, 2ാമത്തെ പുസ്തകമാണ്. പിന്നെ ഇത് കൂടാണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പുള്ളിക്കാരന് കോയിൻ കളക്ഷൻ്റെ ഇതിൽ പേരുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഏറ്റവും കുറഞ്ഞ സമയത്ത് പറഞ്ഞതിന് എത്ര സെക്കൻഡ്സ്, എത്ര 11.9 അങ്ങനെ ഒരു റെക്കോർഡും ഉണ്ട്. 11.9 സെക്കൻഡ്സിൽ യൂണിയൻ ടെറിട്ടറീസിൻ്റെ എല്ലാം പേരും പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ പേരും പറഞ്ഞു തീർത്തു. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ് അല്ലേ. വാവ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. ഡ്രോയിങ്ങിനും 2ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ മേടിച്ചിട്ടുള്ളൊരു മോനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വെരി ബ്രില്യൻ ബോയ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറയാം. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അമ്മയുടെയും അമ്മൂമ്മയുടെയും അച്ഛൻ്റെ എല്ലാവരുടെയും ഫുൾ അപ്പൂപ്പൻ്റെയൊക്കെ ഫുൾ ബാക്കപ്പ് ആൻഡ് സപ്പോർട്ടുണ്ട്. അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന പാരൻസും ഗ്രാൻഡ് പാരൻസും ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ ആ ഒരു കഴിവ്. നമുക്കിപ്പോൾ ഇൻബോണായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും, ചില ടാലൻസും ചില ഇഷ്ടങ്ങളും. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഇരിക്കും എത്രത്തോളം ആ കുഞ്ഞ് വികസിച്ച് വരുന്നു എന്നുള്ളത്. എന്നാൽ ഈ പ്രായത്തിൽ തന്നെ, ഇതിനെക്കാട്ടിലും ചെറിയ പ്രായത്തിലും ഈ ഒരു ട്രാവലോഗ് പോലെയൊക്കെ ബുക്ക് എഴുതി എന്നൊക്കെ പറയുമ്പോഴേ യാത്ര വേണം, അത് ഭയങ്കര അച്ചീവ്മെൻ്റാണ്. ഇത് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെ, പ്രകാശനം ചെയ്തില്ല. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബുക്ക് അല്ലേ. അനക് എൻ പത്തനാപുരം എന്നാണ്. തുലികാനാമം അത് തന്നെയാണല്ലോ അല്ലേ, ആ പേരിൽ തന്നെ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു തുലികാനാമം അല്ലേ. ആദ്യ പുസ്തകം കെട്ടുമ്പോൾ ഇപ്പോൾ 2ാമത്തെ പുസ്തകത്തിന് എന്താ പേരിട്ടേക്കുന്നത്? ഓർമ്മച്ചെപ്പിലെ മഴക്കാഴ്ച. അതിലെന്താ വരുന്നത് തീം? ആ ട്രാവൽ എവിടെയൊക്കെ പോയതിൻ്റെയാണ് യാത്രാ വിവരണം? ഗോവ, ആ ഒരു ട്രിപ്പ്. കേരളത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു യാത്രയും എഴുതി വെക്കും അല്ലേ. പുള്ളി അതൊരു ഇഷ്ടത്തിലൊക്കെ ചെയ്യുകയാണ്. എന്തായാലും പഠിത്ത കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? സ്റ്റഡീസിലും മെടുക്കനാണ് അല്ലേ. ക്ലാസ് ഫസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഫ്ലൈയിങ് കളേഴ്സിൽ വരട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശരി. 8 പുസ്തകത്തിൽ വലിയവരുടെ കൂട്ടത്തിൽ എഴുതി. അതുകൊണ്ട് അത് ശരി. ഓക്കെ. കഥയിലും ഉണ്ട്, കവിതയിലും ഉണ്ട്, പിന്നെ ഒരു ലേഖനം. എന്തായാലും പാരൻസും ഗ്രാൻഡ് പാരൻസും വളരെ പ്രൗഡാണ്. മോന് ആ ഒരു പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, നടക്കട്ടെ. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ലെങ്കിൽ ഓക്കെ, ബൈ. അവരിവിടുന്ന് പളനിയിൽ പുസ്തകം തന്നോളൂ. പിന്നെന്താ, താങ്ക് യു.
ആക്ച്വലി പറഞ്ഞാൽ ദിണ്ടിഗൽ എന്ന് പറഞ്ഞ് മാത്രം ഒരു ട്രിപ്പ് വെച്ചാലും ഇവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു കോട്ടയും. രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അത് തന്നെയാണ്. അതായത് എക്സ്പ്ലോറിങ് മട്ടൺ ബിരിയാണീസ് ആൻഡ് അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ ടു അതർ പ്ലേസസ്. ഒരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. പണ്ടത്തെ രാജാക്കന്മാർ പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. ഈ ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. ഇതുവഴിയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന പളനിയും പിന്നെ അതുപോലെ തന്നെ കൊടൈക്കനാൽ ആ ഹിൽ സ്റ്റേഷൻ. ഈ ചൂടെല്ലാം കഴിഞ്ഞ് നേരെ കൊടൈക്കനാലിൽ പോയാൽ എന്ത് രസമായിരിക്കും. പക്ഷേ എനിക്ക് സമയമില്ല, എനിക്കിന്ന് തിരിച്ചു പോകണം. ഓക്കെ, ഇത് നോക്കിയേ, ഇപ്പോൾ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ഇതൊരു കോട്ടയുടെ ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഒരു റൗണ്ട് കാണുന്നു. അതിൻ്റെ മേലെ ഒരു ചെറിയ ക്ഷേത്രം പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കി, ഇവിടെ സെല്ലുണ്ടായിരുന്നു, പ്രിസൺ സെല്ലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ഫണൽ പോലെ കണ്ടില്ല, ഇങ്ങനെ പുക വരുന്ന കുഴൽ മാതിരി. ഒരു ഓപ്പണിങ്, കുറച്ച് വാതായനം പോലെ. ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ സെല്ലാറ് പോലെ താഴേക്ക് സെൽസ് ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രിസണേഴ്സ് ഓഫ് വാറിനെ താമസിപ്പിച്ചിരുന്ന സ്ഥലം. യുദ്ധത്തിൽ പിന്നെ പിടിച്ചു കൊണ്ടുവരുന്ന പട്ടാളക്കാരെയൊക്കെ ആ സെൽ ഏരിയ ആണ് അവിടെ തുറന്ന് കിടക്കുകയാണല്ലോ. അതിന് അടഞ്ഞ മുറിയല്ലേ, അപ്പം മേളിലേക്ക് ഇച്ചിരി കാറ്റും വെളിച്ചവും കിട്ടാനായിരിക്കണം ആ ഓപ്പണിങ് ഉണ്ടായത്. പക്ഷേ രക്ഷപ്പെടാനും പറ്റില്ല അങ്ങനത്തെ ആ രീതിയിൽ. പ്രിസണേഴ്സിനെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അമ്മേ, അതന്നെ സെല്ലാറ് പോലെ. പക്ഷേ ഇതിനകത്ത് നല്ല തണുപ്പാണ്. പുറത്ത് നല്ല വെയിലല്ലേ. ഇപ്പം നോക്കി ഇതിനകത്ത് എന്ത് കൂളാണെന്ന്. ഇറ്റ്സ് എ ഡാർക്ക് റൂം. വാ, ഇത് പ്രിസണേഴ്സിനെ താമസിപ്പിച്ചിരുന്നാണോ നമ്മുടെ സോൾജേഴ്സിൻ്റെ ബാരക്സാണ് അവർ താമസിച്ചിരുന്ന സ്ഥലമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. ഞാനിങ്ങനെ ഊഹിച്ച് പറയുന്നുള്ളൂ. ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു സെല്ലാർ പോലെ. ഇത് ഈ ഒരു പാറയുടെ നമ്മളിതിൻ്റെ മേളിൽ കൂടെയൊക്കെ അല്ലേ നടന്നേ. ഇതൊക്കെ ഇതാണ് നമ്മൾ ഫണൽ പോലെ കണ്ട ഓപ്പണിങ്സ്. ഇതെനിക്ക് തോന്നുന്നില്ല പ്രിസണേഴ്സിന് വേണ്ടിയുള്ളതാണ്. കാര്യം പ്രിസണേഴ്സിന് ഇതുവഴി രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിങ്ങനെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ജനലില്ലല്ലോ ഇതിനകത്ത്, ജനാലകളില്ലാത്തത് കൊണ്ടും കാറ്റും വെളിച്ചവും കുറച്ച് കിട്ടാനായിട്ട്. ഇത് നേരത്തെ നമ്മൾ കണ്ട സെല്ലാർ പോലെ തന്നെ സ്റ്റെപ്പായിട്ട് താഴോട്ട് പോവാണ്. ആർച്ച് വേ ഓരോന്നും പല ലെവലിലാണ്. 1 2 3 4 5 ഇങ്ങനെ കുറേ ഉണ്ട്. കുറേ ആൾക്കാരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ നല്ല കൂളാണ് കേട്ടോ. എത്ര വെയിലത്താണെങ്കിലും ചൂടെടുക്കില്ല. ഇറ്റ്സ് എ വെരി കൂൾ പ്ലേസ്. അത് കൊള്ളാം. മൊട്ട വെയിലത്ത് സമ്മർ ടൈമിൽ പട്ടാളക്കാർക്ക് വെളിയിലിറങ്ങി ഇവിടെ കയറി ഇരിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കും. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്കല്ലേ. എനിക്ക് ഹിസ്റ്ററി, ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയിരുന്ന ആളാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി ഇതൊക്കെ എൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ്. അതിൻ്റെ മേളിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നത്, ആ റാമ്പിൻ്റെ മേളിൽ കൂടി. അത്രയും ഹൈറ്റിൽ നടന്നിട്ട് ഇടയ്ക്ക് വെച്ച് താഴേക്ക് വന്നു. വീണാൽ പണിയാവും, അതുകൊണ്ട് താഴെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കോട്ടയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി ഒരു മരച്ചുവട്ടിൽ വന്നിരിക്കുകയാണ് ഞാൻ. ഫൈനലായിട്ടില്ല കേട്ടോ, ഹാഫ് വേ ആയിട്ടുള്ളൂ. ഇനി കുറേ കയറാനുണ്ട്. ഇത് നല്ലൊരു ഷെയ്ഡ്, ഇലയൊന്നും ഇല്ലെങ്കിലും നല്ല ഷെയ്ഡുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 1783 ബ്രിട്ടീഷുകാർ മൈസൂർ രാജാക്കന്മാരുടെ നിന്ന് ഈ കോട്ടയും ദിണ്ടിഗലും ഒക്കെ പിടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 84 ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മൈസൂർ കിങ്സിന് അവർ തിരിച്ചു കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 1788 ടിപ്പു സുൽത്താനെ ഇവിടുത്തെ രാജാവായിട്ട് ക്രൗൺ ചെയ്തത്. പിന്നീട് മൈസൂർ വാർസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ദർ വാസ് എ വാർ ബിറ്റ്വീൻ മൈസൂർ റൂളേഴ്സ് ആൻഡ് ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ ആ ഒരു മൈസൂർ വാറിൻ്റെ സമയത്തൊക്കെ ഇതൊക്കെ സ്ട്രാറ്റജിക് ഏരിയാസ് തന്നെയായിരുന്നു. അതിനുശേഷം അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചത് കൊടുക്കേണ്ടി വന്നു. മൈസൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തുന്നു ആഫ്റ്റർ ദി മൈസൂർ വാർസ്. പിന്നീട് അങ്ങോട്ട് കുറേ കാലം ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിട്ട് അവരുടെ അധീനതയിലായിരുന്നു ഈ ദിണ്ടിഗലും ഈ കോട്ടയും എല്ലാം. അപ്പോൾ സെക്കൻഡ് മൈസൂർ വാർ കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതായത് ടിപ്പു സുൽത്താൻ തിരിച്ചു കൊടുക്കുന്നു ബ്രിട്ടീഷുകാർക്ക്. പിന്നീട് അങ്ങോട്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെയും ഈ പ്രദേശവും ഈ കോട്ടയും എല്ലാം തന്നെ ബ്രിട്ടീഷ് അവരുടെ അധീനതയിലായിരുന്നു, ബ്രിട്ടീഷ് എംപയറിൻ്റെ പാർട്ടായിരുന്നു. പിന്നെ ഇത് കുറച്ചുകൂടി അവർ സ്ട്രാറ്റജിക്കാക്കി. അവരുടെ കയ്യിൽ വന്നതിന് ശേഷം അവരിത് കുറച്ചുകൂടി കാനൻസ് എല്ലാം കൊണ്ടുവന്നു. അവരാണ് കുറേ കൂടി അത് ശക്തമാക്കിയത്. ഈ ഒരു ദിണ്ടിഗൽ റോക്ക് ഫോർട്ട് ഭയങ്കരമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കുറേ കൂടി ഗംഭീരമാക്കി. 1788 ടിപ്പു സുൽത്താൻ കിങ് ഓഫ് ദിണ്ടിഗലായിട്ട് ക്രൗൺ ചെയ്തു അദ്ദേഹത്തിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് മൈസൂർ വാർ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ടിപ്പു സുൽത്താൻ സീഡഡ് ദിസ് ദിണ്ടിഗൽ വിത്ത് ഫോർട്ട്. ഈ ഫോർട്ടും എല്ലാം കൂടി ചേർന്നിട്ട് ഇംഗ്ലീഷുകാർക്ക് അടിയറവ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1798 മുതൽ 1859 വരെ
ഈ ബ്രിട്ടീഷുകാർ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് ആർമി കുറേ പേര്. ബ്രിട്ടീഷുകാർ തന്നെ 1798 ഈ ഒരു കോട്ടയെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരുപാട് ക്യാനൺസ് കൊണ്ടുവന്നു. അതുപോലെ സെൻറ്റിനൽ റൂംസ് എല്ലാ കോർണേഴ്സിലും അവരുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഏതാണ്ട് കുറേ പട്ടാളക്കാരും ഒക്കെ ആയിട്ട് ഇതൊരു വലിയൊരു മിലിറ്ററി ഒരു ബേസായിട്ട് 1798 to 1859 അവർ ഉപയോഗിച്ചിരുന്നു ഈ ദിണ്ടിഗൽ ഫോർട്ട്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു സ്ട്രാറ്റജിക് മിലിറ്ററി പോയിൻ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി അവർ 1947 വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം, ഇന്ത്യയിൽ നിന്ന് പോകുന്നത് വരെ. ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം. നമ്മളിപ്പോൾ കൂളായിട്ടൊക്കെ വന്നിരിക്കുന്നു, പക്ഷേ ഒരു സമയത്ത് ഇതൊരു ഭയങ്കര സ്ട്രാറ്റജിക് പോയിൻ്റ് ആണല്ലോ. കാര്യം എവിടെ നിന്ന് വന്നപ്പോൾ നോർത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആണെന്ന് പറഞ്ഞല്ലോ. നോർത്ത് ഇന്ത്യൻ ആൾക്കാർ വരുവാണെങ്കിൽ സൗത്തിലേക്ക് വരും. ഇതൊരു മേജർ പോയിൻ്റായിരുന്നു. ചോള ചേര രാജാക്കന്മാരും പാണ്ഡ്യാസൊക്കെ ഇങ്ങനെ ഭരിച്ചിരുന്ന ഒരു സമയത്തും അങ്ങനെ. പിന്നെ ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് വരുമ്പോൾ ഈ ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് ആയപ്പോഴത്തേക്ക് അറിഞ്ഞല്ലോ എത്ര ഡൈനാസ്റ്റീസാണ് ഇതുവഴി കടന്നു പോയത് അല്ലേ. പല്ലവാസ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ മൈസൂർ രാജാക്കന്മാർ, നായ്ക്കേഴ്സ്, അവർ കുറേ കാലം ഉണ്ടായിരുന്നു. മധുര നായ്ക്കേഴ്സ് വിജയനഗർ എംപയറിൻ്റെ ഭാഗമായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ ആൻഡ് ഫൈനലി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ എല്ലാം ഫൈനലി അങ്ങനെയാണല്ലോ അവസാനിച്ചത്. അങ്ങനെ അവരെ എല്ലാ സ്ഥലത്തുനിന്നും പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സമയത്ത് അവർ പോകുമായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ദിസ് ഫോർട്ട്. അപ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, പിന്നെ ആഘോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഒരുപാട് സ്ട്രാറ്റജിക് പോയിൻ്റ് ആയതുകൊണ്ട് മിലിറ്ററി പല ഓപ്പറേഷൻസും പല മേജർ വാർസിൻ്റെ സമയത്തും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ സെല്ല്, ഇവിടെ താമസിക്കാനുള്ളത്, പിന്നെ അവരുടെ അമ്യൂണിഷൻസ്, വെപ്പൺസ് ഒക്കെ വയ്ക്കാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവർക്കുള്ള കുടിവെള്ളത്തിൻ്റെ വെൽസ്, എല്ലാ കാര്യങ്ങളും. ഇനി കുറച്ച് മേളിലോട്ട് കയറേണ്ടി വരും. അതായത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേളിൽ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ അമ്യൂണിഷനൊക്കെ വെച്ചിരുന്ന വെപ്പൺസ് വെച്ചിരുന്ന സ്ഥലമായിരിക്കാം. ഇനിയും പടിക്കെട്ടുകൾ കുറച്ചുണ്ട്. ആ അറ്റം വരെ കയറണം നമുക്ക്, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് ചുറ്റും മനസ്സിലായല്ലോ, ഇത് കംപ്ലീറ്റ് വാളാണ്, കോട്ടമതിലുകൾ. അപ്പോൾ ഇനി ഇത് അവിടെ 2 മരം, പിന്നെ അങ്ങോട്ട് 2 മരം, അവിടെ ആയിട്ട് ഓരോ മരമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നതായിരിക്കും. പാറയുടെ മുകളിൽ മരം വളരുന്നത് അല്ലേ. ഓക്കെ, ലെറ്റ്സ് ക്ലൈംബ്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അതേ കാണാമല്ലോ താഴത്തെ ആ സെല്ലുകൾ, താമസിക്കുന്ന ഏരിയാസ്, റെസിഡൻഷ്യൽ ഏരിയ മുഴുവൻ കാണാം നമുക്ക്. പട്ടാളക്കാരുടെയും പ്രിസണേഴ്സിൻ്റെയും. പിന്നെന്താ കണ്ടോ മേളിൽ ഈ പിന്നെ കാറ്റും വെളിച്ചവും കയറാനായിട്ടുള്ള ആ ഫണൽ പോലെ ഇരിക്കുന്ന ഏരിയാസും കാണാം. എല്ലാം ഒരു സെല്ല് പോലെ തോന്നിക്കുന്നില്ലേ അണ്ടർഗ്രൗണ്ട്. നോക്കിയേ ഈ താമസ സ്ഥലങ്ങളുടെ ഇതിവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമല്ലോ, ഒരു സെല്ലാറ് പോലെ. അതിങ്ങനെ ചുറ്റി പോകുന്നുണ്ട്. ആ മതിലിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു പ്രിസൺ ആണെന്ന് തോന്നുന്നു. അഴികളൊക്കെ കാണുന്നുണ്ട് ആ എൻഡ് പോർഷനിൽ, ആ മതിലിനോട് ചേർന്ന്. ഇവിടെ കുറച്ച് വാട്ടർ ബോഡി കാണുന്നുണ്ട്, വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ചെറിയൊരു കുളം പോലെ. അതായത് അവിടെയൊക്കെ ബാരക്സാണ് കേട്ടോ, ആൾക്കാർ താമസിക്കുന്ന ഏരിയാസാണ്. പട്ടാളക്കാർ ഓർ ദി പ്രിസണേഴ്സ്. എനിക്കൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അവരുടെ സെല്ലാണോ ഇത് ആരുടെയാണെന്നറിയില്ല. ഈ സൈഡിലെ ഫോർട്ടിൻ്റെ വാളിനോട് ചേർന്ന് കംപ്ലീറ്റ് അതാണ്. പിന്നെ ഈ എക്സ്ട്രാ കാണുന്ന ബിൽഡിങ്സ് ഇതൊക്കെ ഒരു പക്ഷേ അവരുടെ ഓഫീസ് ബിൽഡിങ്സ് ആയിരുന്നിരിക്കാം. സീനിയർ ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള മേൽക്കൂരയൊക്കെ പോയി നിൽക്കുന്നു. സ്ട്രാറ്റജിക് പോയിൻറ്റ്സാണ് അതെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാച്ചുറൽ റോക്ക്, അതിനെ ഒന്നും മാറ്റം വരുത്താതെ അതിനകത്ത് അതിന് ചുറ്റും ഒക്കെ ആയിട്ടൊരു കോട്ടയും ഒരു സ്ട്രോങ് ഫോൾട്ട് മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്ന ആ ഒരു ആർക്കിടെക്ചറൽ ഒരു ഇൻ്റലിജൻസും ടോട്ടലായിട്ട് ഒരു ഭരണാധികാരിയുടെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഇതിൽ നമുക്ക് വ്യക്തമാവും. ഇവിടെ നിന്നാൽ കാണാമല്ലോ, ഏത് ഭാഗത്തുനിന്ന് ശത്രുക്കൾ വന്നാലും കാണാമല്ലോ. അങ്ങനെയൊന്നും ആർക്കും കയറി വരാൻ പറ്റില്ല. ക്യാനൻസ് പ്രവർത്തിച്ചു തുടങ്ങും. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു കുളം. അപ്പോൾ വെള്ളം ആവശ്യമാണ് ഒരു സെറ്റിൽമെൻറ്റിന് എപ്പോഴും. വെള്ളത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതൊരു വെല്ലാണ്. ഇതും അവർക്ക് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നിരിക്കാം. വീണ്ടും ഒരു ആൽമരം കാണുന്നുണ്ടോ. പിന്നെ ഒരു സെൻറ്ററായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കോട്ട, സ്മോൾ പീരങ്കികൾ വയ്ക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണത്. ഓപ്പണിങ്സ് കയറി ഇവിടം വരെ എത്തി ഓൾമോസ്റ്റ്. ഇനി കുറച്ച് പടിയും കൂടെ കയറിയാൽ അമ്പലത്തിൻ്റെ ഭാഗം കൂടി എത്തും. ഇതൊരു ലൈവ് ടെമ്പിൾ അല്ല, അന്ന് കാലത്ത് ഉണ്ടായിരുന്നു, ലൈവായിരുന്നു. ഇത് മറ്റൊരു പോണ്ടാണ്, കണ്ടല്ലോ. ഇവിടെയും വെള്ളമാണ്. അങ്ങനെ പല പല ഏരിയാസിൽ വാട്ടർ ബോഡീസ് ഉണ്ട്. ഇവർക്ക് വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മോശമായി കിടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ആ സമയത്ത് ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിറയെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു. അവരുടെ കുളി ആവശ്യങ്ങൾക്കും പാചക ആവശ്യങ്ങൾക്കും ഒക്കെ കുളിക്കാനും. എൻ്റെ അമ്മോ, ഭയങ്കര താഴെ നിന്ന് എന്തോരം ദൂരം കയറി വന്നു എന്നറിയോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ
എന്താ പറയുക, ദിണ്ടിഗൽ ഫോർട്ടിൻ്റെ ടോപ്പിലെത്തിയെന്ന് തന്നെ പറയാം. അവിടെയും കൂടി കയറാം. നമ്മൾ ആ സ്മോൾ ബാസ്റ്റിയൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുവാണേ, ആ സെൻറ്റർ പോർഷൻ. ഓക്കെ, ഇവിടെ പീരങ്കി 2 ഇപ്പോഴും ബാക്കി, 2 താഴെ കിടക്കുന്നു, 3. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇങ്ങനെയുള്ള ഓപ്പണിങ്സ് എന്തിനായിരുന്നു. ഇതെല്ലാം പീരങ്കി പോയിൻറ്റ്സ് ആയിരുന്നു, ക്യാനൻസ്. ഇവിടെയാണ് സോൾജേഴ്സ് നിന്നിട്ട് ആര് താഴെ നിന്ന് വന്നാലും വെടിവെച്ചിടുക എന്നുള്ളത് മാത്രം. നമ്മൾ എത്ര താഴെ ഇവിടെ കയറിയെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. റോഡ് ഏറ്റവും താഴെ, കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറി ഇവിടെ വന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നും കാണുന്ന നഗരമാണിത്, ദിണ്ടിഗൽ ടൗൺഷിപ്പ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും ഒക്കെ അവർക്കും ഇതുപോലെ കാണാൻ പറ്റും ഈ നഗരം. ഇതുപോലെ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത്. അത് വ്യത്യസ്തമായിരിക്കും, ഇവിടുത്തെ സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന സ്ഥലം ഇത്. എന്ത് മെറ്റലാണെന്ന് അറിയില്ലല്ലോ, അത് കല്ല് പോലെ ഇരിക്കുന്നല്ലോ. ഒട്ടും തന്നെ ചൂടില്ല കേട്ടോ അത്. വാവ്, ഈ ചൂടത്തും ഇതിനൊരു ചൂടുമില്ല. ഇത് എന്താണ് സംഭവം? ഒരു കല്ല് പോലെ, കല്ലിൻ്റെ ഒരു സംതിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഓ മൈ ഗോഡ്, അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. എൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ, എൻ്റെ ഹിസ്റ്ററി ബുക്സിൽ ഞാൻ പഠിച്ച സ്ഥലങ്ങളും പഠിച്ച കാര്യങ്ങളും ഒക്കെയാണ് ചരിത്രം. ഓക്കെ, ഇത് റീവിസിറ്റിംഗ് ആണ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞാനിവിടെ വർഷങ്ങൾക്ക് മുന്നേ, മോർ ദാൻ 10 years ബാക്ക്, 12 years ബാക്ക് ഐ ഹവ് ബീൻ ഹിയർ. ദിസ് ഈസ് മൈ സെക്കൻഡ് വിസിറ്റ്. എൻ്റെ ഒരു ഭാഗ്യം, വീണ്ടും വരാൻ പറ്റുന്നു. ഇതിനകത്ത് വെടിമരുന്നുണ്ട് കേട്ടോ, അകത്തോട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് തീ കത്തിച്ച് വിടുന്നത്. ഇതിപ്പോൾ കാലഹരണപ്പെട്ട് പോയെന്ന് വിചാരിക്കണോ? തീപ്പെട്ടി ഇട്ടാൽ കത്തുമോ? തീപ്പെട്ടിയിലൊന്നും നിൽക്കില്ല, അത് വലിയ സംഭവമാണ്. ഭയങ്കര ബ്ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വീണ്ടും തണലത്ത് ഓൺ ദ വേ ആണ് നല്ലൊരു ആൽമരം. അതിൻ്റെ അവിടെ ആ വാട്ടർ ബോഡി, ഒരു പോണ്ടുണ്ട്, ഈ സൈഡിലൊരു പോണ്ടുണ്ട്. അപ്പോൾ ഒരു കൂളിംഗ് ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. 2 സ്ഥലത്തും വെള്ളവും ആൽമരവും കൂടി ചേർന്ന് വരുന്ന ഒരു പോയിൻറ്റ്. ഇനി കുറച്ച് കയറാനുണ്ട്. ലാസ്റ്റ് പോയിന്റിലേക്ക് കയറുകയാണ്. ടെമ്പിളാണ് അവിടെ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രം. ഇത്രയാണ് നമ്മളിനി കയറാനുള്ള. മുകളിലേക്ക് നോക്കിയേ, വാ, ആ അമ്പലത്തിൻ്റെ ഗോപുരം കുറച്ച് കാണാമല്ലോ. നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മട്ടൺ ബിരിയാണിയും മട്ടൺ ചുക്കയും എല്ലാം ആവിയായി കഴിഞ്ഞു. അത്രയ്ക്ക് എക്സസൈസ് ആയി കഴിഞ്ഞു. ഓക്കേ, ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ കുറച്ച് വിശപ്പെടും. ഞാൻ ഒരിക്കലും കഴിച്ചില്ല എനിക്ക് ഇത്രയും കയറാൻ പറ്റുന്നത്. ഞാൻ എന്നെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഓക്കെ, വെൽഡൺ. കാര്യം എന്താ അറിയോ, ഈ ഒരു കടും സമ്മർ, ദിസ് ഇസ് ഏപ്രിൽ മന്ത്, നട്ടുച്ചയ്ക്ക് ഇപ്പോൾ സമയം ഏതാണ്ട് 11:15, 11:30 ആയി കഴിഞ്ഞു. ഈ ചൂടത്ത് ഇത്രയും വലിയൊരു മലകയറ്റം. ഓക്കെ, മിസ്സിങ് സൈറ്റ്. ഇവിടെ വന്നപ്പോൾ വർത്ത് ഇറ്റ്. ഇത്രയും കയറി വന്നത് നന്നായില്ലേ? നോക്കൂ, പഴയ ടെമ്പിള്. ഇവിടെ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മോണ്യുമെൻ്റ് നൗ. ആ കാലത്ത് അവരുടെ ടെമ്പിളായിരുന്നു. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. ഓ മൈ ഗോഡ്, നമ്മൾ വന്ന വഴിയും ദിണ്ടിഗൽ ഹിൽ ഫോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നോക്കിയാൽ കാണാം. പുറത്തുള്ള കാഴ്ചയും കാണാം, പച്ചപ്പ്, ദിണ്ടിഗൽ ടൗൺ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നോക്കിയാൽ ടോപ്പ് വ്യൂ ആണ്. ഇപ്പോൾ ദിണ്ടിഗൽ എന്താണെന്നൊരു ഏരിയൽ വ്യൂ നമുക്ക് മനസ്സിലാവുമല്ലോ. കൃഷി സ്ഥലങ്ങൾ എവിടെയൊക്കെ, ബിൽഡിങ്സ് കൂടുതലുള്ള ഏരിയാസ്, പിന്നെ നമ്മുടെ ഈ കോട്ടയും അതിൻ്റെ അകത്തെ കാഴ്ചകളും. താഴേക്ക് നോക്കുമ്പോൾ അതും കാണാം. ഈ അമ്പലത്തിൻ്റെ സൈഡ് വന്ന് നോക്കുകയാണ് ഈ കോവിലിൻ്റെ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. കയറിയ ക്ഷീണമൊക്കെ പോയി കാറ്റടിച്ചപ്പോൾ. ഓക്കെ, കരിങ്കല്ല് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തതാണോ, ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ എല്ലാം പ്രതിഷ്ഠകളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. കൽമണ്ഡപങ്ങളും എല്ലാം കരിങ്കല്ലിൽ വെച്ച് പണിതാണ്. ഇത് ടെമ്പിൾ കോംപ്ലക്സാണ്. അവിടെ ഒരു കൽമണ്ഡപമുണ്ട്, അതിനപ്പുറമുണ്ട്, അതിൻ്റെ റൂഫ് പോയിട്ടുണ്ട്. ഇതിനകത്ത് വലിയ അമ്പലം, ഇത് ചെറിയ അമ്പലം, ചെറിയ ക്ഷേത്രം. ഉപദൈവങ്ങളെയൊക്കെ വെച്ചിരുന്ന സ്ഥലമാണെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എ മോണ്യുമെൻ്റ് നോ. വെച്ച് പൂജ ഇല്ലാത്ത ക്ഷേത്രം, പക്ഷേ ഒരു സമയത്ത് പൂജയും ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഹോളി പ്ലേസ്. ഇതൊക്കെ തണൽ സ്ഥലങ്ങളാണ്, നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ. ഇങ്ങനത്തെ പില്ലേഴ്സൊക്കെ വെച്ചിട്ടുള്ള മണ്ഡപങ്ങൾ, ഇതൊക്കെ ടെമ്പിളിൻ്റെ ഭാഗമാണ്. അവിടെയും ടെമ്പിളിൻ്റെ ഭാഗമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. തിടപ്പള്ളിയൊക്കെ ആയിരുന്നിരിക്കാം, അറിയില്ല. റൂഫ് പോയി. എന്തല്ലേ ഒരു അമ്പലം ഉണ്ടായിരുന്ന സ്ഥലം, ഒരു കോവിൽ. എനിക്ക് ചില സമയത്തൊക്കെ സങ്കടം വരും ചരിത്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. ഒരു ലോസ്റ്റ് സിവിലൈസേഷൻ. പക്ഷെ എപ്പോഴും ചരിത്രം അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ പ്രോഗ്രസ് മുന്നോട്ട് പോകണമല്ലോ. കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് സെഞ്ചുറീസ് ചേഞ്ച്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. നല്ല എനിക്ക് രാജഭരണം ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എതിരഭിപ്രായം ഉണ്ടാവും. ഇതൊക്കെ നോക്കിയാൽ ഇത് ദീപലക്ഷ്മി ആയിരുന്നു ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊത്തിയത്. ഇതൊക്കെ പോയി, ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം പോയി കേട്ടോ, ഡയലാപ്പിലേക്ക്. നല്ലൊരു രാജാവിൻ്റെ ഭരണത്തിന് കീഴിലാണെങ്കിൽ ഓക്കെയാണ്. രാജാക്കന്മാർ അങ്ങനത്തെ എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഡെമോക്രസിയിൽ ആസ്വദിച്ച് ജീവിക്കുന്നു, ഇതുപോലെയുള്ള ഫ്രീഡം ഒക്കെ ആസ്വദിക്കുന്നു. അത് പറയുന്നത് ശരിയല്ല, എങ്കിലും ആ ഒരു പഴയ കാര്യങ്ങൾ ആലോചിക്കും. നമുക്കതിനുള്ളൊരു എക്സ്പീരിയൻസോ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. അത് നമ്മൾ ഈ അഴികൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരുപാട് കൽത്തൂണുകൾ അമ്പലത്തിൻ്റെ അകത്ത് ഇങ്ങനെയായിരുന്നു. ശ്രീകോവിലും നോർമലി നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ടെമ്പിളിൽ എന്താ കാണുന്നത് അതുപോലത്തെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ നിന്ന് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ലക്ഷ്മി ദേവിയെയും എല്ലാ ദൈവങ്ങളെയൊക്കെ കൊത്തിയ എല്ലാം ഉണ്ട് ആ ഗോപുരത്തിൽ കാണാം. അതാണ് ഏറ്റവും മേളത്തെ ക്ഷേത്രം. മണ്ഡപങ്ങളും ഇതൊക്കെ ലക്ഷ്മി ദേവി എല്ലാം പല പല ചിത്രങ്ങൾ. നന്ദി ഒരു ടെമ്പിളിൽ കാണുന്ന മോട്ടീവ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കരിങ്കല്ലിലാണ് ഇത് കംപ്ലീറ്റ് കൊത്തിയെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉപദൈവങ്ങളിരിക്കുന്ന ഭാഗം, പിന്നെ മെയിൻ സാങ്ക്ടോറിയത്തിൻ്റെ ഭാഗം, ഇതും ഒരു ടെമ്പിളിൻ്റെ ഏരിയയാണ്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു ചെറിയ മണ്ഡപം. ഇവിടെ നല്ല കാറ്റും നല്ല തണലും. കംപ്ലീറ്റ് കാണാം, ടൗൺ സിറ്റി കാണാം. ഇതാണ് മെയിൻ എൻട്രൻസ്, പഴയ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതുവഴിയാണ് ഉള്ളിലേക്ക് കടന്നു പോകേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ചുറ്റി അകത്ത് കുറേ പില്ലേർഡ് ഹാൾസാണ്. അകത്ത് കയറി ഭഗവാനെ പ്രാർത്ഥിച്ച് അതുവഴി പുറത്തിറങ്ങി ഇത് നോക്കി ഇതകത്തേക്ക് ഇവിടെ ആയിരുന്നു പ്രധാന പ്രതിഷ്ഠ. ഇപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രമാണ്. നമ്മളിവിടെ വന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഗോപുരത്തിൻ്റെ മേളിലുള്ള കൊത്തുപണികൾ കണ്ടോ, സ്കൾപ്ചേഴ്സ്. ബ്രഹ്മാവ് വരെ ഉണ്ട്, 3 തലയുള്ള ബ്രഹ്മാവ്. ഒരുപാട് നമ്മൾ ഈ ഹിന്ദു ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ സ്കൾപ്ചേഴ്സ് കുറേ കാര്യങ്ങൾ. പിന്നെ ചിലതിൻ്റെയൊക്കെ തലയൊക്കെ പോയി, നന്ദിയുടെ ചിലതെല്ലാം കാണുന്നത്, കുറേ ഭൂതഗണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം ഉണ്ട്, പക്ഷേ എല്ലാം പോയി. നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. പിന്നെ റീൽസ് എടുക്കാൻ നല്ലതാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഇത് നട്ടുച്ചയ്ക്ക് വന്ന് നിന്നിട്ടാണ് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തണലത്തൊക്കെ നിൽക്കുന്നു. പക്ഷേ നല്ല ഫോട്ടോസ് കിട്ടണമെങ്കിൽ പുറത്തേക്ക് വെയിലത്ത് തന്നെ ഇറങ്ങേണ്ടി വരും. ഇനി മതി നമുക്ക്. എനിക്ക് കുറേ നേരം കൂടി ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു പില്ലേഴ്സിൻ്റെ ഇടയിൽ ഇരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ. കാര്യം ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും കുറച്ച് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പല എപ്പിസോഡ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴേക്ക് പോയി ഏറ്റവും ടോപ്പിലെത്തി. ഇത് കഴിഞ്ഞു. സോ ഐ എം ഗോയിങ് ഡൗൺ. വാ, എന്താ അല്ലേ കാറ്റും. വൈകുന്നേരമൊക്കെ കുറച്ചുകൂടെ ഗംഭീരമായിരിക്കും. പിന്നെ എന്താ പറയുക, മഴയാണെങ്കിൽ ഇങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ. എല്ലാം തെന്നി പോകില്ലേ. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോകും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഫാസ്റ്റായിട്ട് പോകാം. അപ്പോൾ ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ടൈമിങ്ങിൻ്റെ പ്രശ്നം. വെയിലുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. കാര്യം നല്ല കാറ്റ. ഇവിടെ വെള്ളം നോക്കി പറയുന്നത് വെള്ളത്തിന് എന്താ വെള്ളം ഞാൻ വെച്ച് വെള്ളം ചൂടായിരിക്കും. നല്ല വാവ്. ഞാൻ കുറേ ദൂരം താഴെ എത്തി കേട്ടോ. അതെ, അവിടെ നിന്നാണ് പടി ഇറങ്ങി താഴോട്ട് വന്നു. ഓക്കെ, കുറച്ച് പടിയും കുറച്ച് പാറയൊക്കെ ആയിട്ട് സ്റ്റീപ്പായിട്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ആ ഭാഗത്ത് കാണുന്നൊരു മലയാണ് പളനിമല. പളനിമല മുരുക ഭഗവാൻ അടുത്താണ് ഇവിടെ നിന്ന്. പിന്നെ ഈ ഡയലാപ്പിലേറ്റഡ് ബിൽഡിങ്സ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ ഒരു ബ്യൂട്ടിഫുൾ ഒരു കുളമുണ്ട്, പോണ്ട്, പടിക്കെട്ടുകളോടുകൂടി. അത് ആ മതിൽക്കെട്ടിനോട് ചേർന്നാണ് അവിടുത്തെ, അതായത് നമ്മുടെ ഫോർട്ട് മതിൽ, കോട്ടയുടെ ആ മതിലിനോട് ചേർന്നൊരു കുളം. ഓക്കെ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പടിക്കെട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലൊരു കുളമുണ്ട്. അപ്പോൾ നമ്മൾ ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഒരു ബ്യൂട്ടിഫുൾ വെല്ലാണത്. വെല്ലല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പോണ്ടാണ്, തടാകം പോലെ. നമ്മൾ കണ്ട ഈ ചുറ്റും കണ്ട സെല്ലാർ ഏരിയാസൊക്കെ ഉണ്ട്. അതെല്ലാം കൂടുതലും ഈ പ്രിസണേഴ്സിൻ്റെ ജയിലായിരുന്നു എന്നാണ് പറയണത്. പിന്നെ സോൾജേഴ്സിന് താമസിക്കാനുള്ള എൻക്ലോഷറും ഉണ്ടായിരുന്നു. ആ കാണുന്ന അവരുടെ കിച്ചണായിരുന്നു. പിന്നെ എണ്ണ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അമ്യൂണിഷൻസൊക്കെ സൂക്ഷിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിങ് അവിടെയായിരുന്നു. ഈ വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ. ഓക്കെ, അതൊക്കെയാണ് വിശേഷം. എൻ്റെ വാതിൽ നോക്കിയേ, സൂപ്പർ ജയിലാണ്. അപ്പോൾ ഇതിനകത്ത് കുറ്റവാളികളുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്, വലിയ കുറ്റവാളി, ചെറിയ കുറ്റവാളി, അതനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പൊക്കവും ഹൈറ്റും വീതിയും. കുറേ ദൂരം പോകുമ്പോൾ ടണൽ പോലെ ഇങ്ങനെ വീതി കുറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ കുറച്ച് കഠിനമായ കുറ്റവാളി. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എൻട്രൻസ് കണ്ട ഒരു പച്ചപ്പ്, നല്ല പച്ചപ്പുള്ളൊരു മരം ഉണ്ടല്ലോ, അത് നല്ല ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
കഴിഞ്ഞു. ഒരു നല്ല ഗ്രീനറി കണ്ടത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഏറ്റവും ടോപ്പിലാണ് കോട്ട തുടങ്ങുന്നത് തന്നെ. ഇനി നമുക്ക് താഴെ മുഴുവൻ പാറ ഇറങ്ങി താഴേക്ക് പോകണം, എന്നാലേ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ എത്തുള്ളൂ. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കാറ് കിടക്കുന്ന ഭാഗത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇത് 3 സ്റ്റെപ്പ് കോട്ടയാണ് കേട്ടോ. ഏറ്റവും താഴെ ഗ്രൗണ്ട് ലെവലിലൊരു വലിയൊരു മതിൽക്കെട്ടുണ്ട്, അതായത് കോട്ട. ഓക്കെ, ചുറ്റുമതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന എൻക്ലോഷറാണ്. ഇത് മേജറായിട്ടുള്ള കോട്ടയുടെ ഭാഗം. പിന്നെ നടുക്ക് വരുമ്പോൾ അവിടെ ഒരു എൻക്ലോഷർ. അങ്ങനെ പല പല ലെവലിലാണ്. ഇപ്പോൾ സമയം 12 മണിയാകാറായി. എൻ്റെ ദൈവമേ, നട്ടുച്ചയ്ക്ക് പാറപ്പുറത്ത് കൂടി നമ്മൾ നടക്കുന്ന സീൻ ആലോചിച്ച്. കുടയൊക്കെ വെറുതെ ഒരു ആഡംബരത്തിന് വച്ചിരിക്കുന്നതേ ഉള്ളൂ. കുടയുണ്ട്, അത്രേ ഉള്ളൂ. കാഴ്ചകൾ കണ്ട് താഴേക്ക് പോകും. ഇത് ഗ്രൗണ്ട് കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ഹൈറ്റ് താന്ന് വരുമല്ലേ. കോട്ടയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെ മതിലാണത്. നമ്മൾ എൻട്രൻസിൻ്റെ ആ സൈഡിലെ മതിൽ. ആ വോളിൽ നോക്കി ഒരു ആന ഇങ്ങനെ തുമ്പിക്കൈ പൊക്കി നിൽക്കുന്ന പോലെ ഒരു ശില്പം അവിടെ കാണാം. ഇനി ഇത്രയും നമ്മൾ താഴേക്ക് ഇറങ്ങാനുണ്ട്. അത് കഴിഞ്ഞാലേ നമ്മൾ കാറ് കിടക്കുന്നതിൻ്റെ ഗ്രൗണ്ടിലെത്തും. ഇവിടുത്തെ കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നു, സ്നാക്സും വെള്ളവും ജ്യൂസും ഒക്കെ ആയിട്ട്. എല്ലാം നല്ലതാണ്. ഇവിടെ വന്നിന്ന് കഴിക്കുന്നതും കുപ്പിയിൽ വെള്ളം കുടിക്കും. പക്ഷേ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ചിലരൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നു. അവിടെ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇടാനുള്ള ഒരു സിവിക് സെൻസ് കാണിച്ചാൽ നല്ലത്. നമ്മൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് സൂക്ഷിക്കും? നമ്മുടെ ഹെറിറ്റേജ്. ചെറിയ കുഞ്ഞിനെ കണ്ടോ? ഈ കടയുടെ ഓണറിൻ്റെ മോളാണ്. പാവം, ക്യൂട്ട്. എന്നെ പേര് വൈശ പുടൂരെ പോലെ അല്ലേ? ഓടി കാണിച്ച്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴും വെള്ളം വാങ്ങിച്ച് ഒരു കുപ്പി തീർത്തു. അടുത്ത വെള്ളം പ്ലസ് ഒരു ആപ്പിൾ ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. വലിയ തണുപ്പ് കുടിക്കാൻ പാടില്ല എന്നാണ് ഇത്രയും വെയിലത്തുനിന്ന് വന്നിട്ട്. കുറച്ച് തണുപ്പുണ്ട്. വൈശ, അയ്യോ നാണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കട്ടെ. ഇന്നത്തെ മീൻസ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയത്ത് ലെങ്തി എപ്പിസോഡിന് എൻ്റെ മനസ്സ് പറയണു. ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ ഇപ്പോൾ മണി 12. ഞാൻ തിരിച്ച് ഹോട്ടലിൽ പോകണം, ഡ്രസ് ചേഞ്ച് ആൻഡ് ദെൻ ഒരു അടുത്ത പരിപാടികളുമായിട്ട് ഒരു ഫുഡ് ടൂറാണ് ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട്. 2 സ്ഥലത്ത് പോകാൻ പ്ലാനുണ്ട്, ലഞ്ച് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിശേഷങ്ങൾ തീരുന്നില്ല, അടുത്ത വീഡിയോ കാണുക. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.